മഗ്നിഫിക്ക ഹ്യൂമാനിത്താസ് എന്ന ഈ ചാക്രി ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായം സഭയുടെ സാമൂഹിക വിശ്വാസ സത്യത്തിൻ്റെ അടിസ്ഥാനങ്ങളും തത്വങ്ങളുമാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ എന്ത് തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സഭ വിശ്വാസ സത്യങ്ങൾ പഠിപ്പിക്കുന്നത്, സോഷ്യൽ ഡോക്ട്രിൻസ് പഠിപ്പിക്കുന്നത്? അതിന് 3 അടിസ്ഥാനങ്ങളുണ്ട്. ഒന്നാമത്തേത് മനുഷ്യൻ ത്രിയേക ദൈവത്തിൻ്റെ പ്രതിച്ഛായ എന്നാണ്. അതായത് മനുഷ്യൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മയുടെ മാതൃകയിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. അതായത് പരസ്പര ബന്ധങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധ ത്രിത്വത്തിൽ 3 പേരും പരസ്പരം ബന്ധിതമായിരിക്കുന്നത് പോലെ മനുഷ്യൻ റിലേഷൻഷിപ്പിൽ, അതായത് ദൈവവുമായും മനുഷ്യരുമായുമുള്ള ബന്ധത്തിൽ അവൻ ഈ കൂട്ടായ്മയിൽ വളരണം. അതുപോലെ പരിശുദ്ധ ത്രിത്വം പരസ്പരം സ്വയം ദാനമാണ്. ഒരാൾ മറ്റുള്ള ആളിനെ ബഹുമാനിക്കുന്നു, മറ്റൊരാൾക്ക് സ്വയം തന്നെ നൽകുന്നു. അതുപോലെ മനുഷ്യൻ ഈ ഒരു പരസ്പര സ്വയം ദാനത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ ലോകത്തോടുള്ള പങ്കുവയ്പ്, അവൻ തന്നെ ലോകത്തിന് ദാനമായി പങ്കുവെച്ച് നൽകുന്ന ഒരു യാഥാർത്ഥ്യമാണ് മനുഷ്യൻ. അപ്പോൾ ഈ സാമൂഹ്യ വിശ്വാസ സത്യം എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഒന്ന്, മനുഷ്യൻ ത്രിയേക ദൈവത്തിൻ്റെ പ്രതിച്ഛായയാണ്. മനുഷ്യൻ ദൈവവുമായുള്ള കൂട്ടായ്മയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ തന്നെ പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ ആത്മാർത്ഥമായ ആത്മസമർപ്പണം വേണം. എന്നാലേ താൻ ആരാണ്, തൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്, ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കുകയുള്ളൂ. മനുഷ്യാവതാരം ചെയ്ത വചനത്തിലൂടെ ഈ ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെട്ടു. അവിടുത്തെ മനുഷ്യത്വം പൂർണ്ണമായും സ്വതന്ത്രവും മറ്റുള്ളവരിലേക്ക് തുറവിയുള്ളതും ആരോഗ്യകരവും മനോഹരവുമായ ബന്ധങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്നതും തന്നെ ദാനമായി നൽകാൻ കഴിയുന്നതുമാണ്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം ഈ സവിശേഷതകളുള്ളതാണ്. ഈ സവിശേഷതകളുള്ള മനുഷ്യത്വമായി നമ്മൾ മാറണമെന്നതാണ് നമ്മുടെ ജന്മത്തിൻ്റെ ലക്ഷ്യം എന്ന് നമുക്ക് പറയാനെങ്കിൽ. ഇതാണ് തുടക്കത്തിൽ നമ്മൾ കണ്ടത്. മനുഷ്യാവതാരം ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൽ നമ്മുടെ മനുഷ്യത്വം ഒന്നു ചേരുമ്പോഴാണ് യേശുവിനെ യഥാർത്ഥ വഴിയായും സത്യമായും ജീവനായും നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നതും നമ്മുടെ മനുഷ്യത്വം പൂർണ്ണമാകുന്നതും. അതുകൊണ്ട് മനുഷ്യ വ്യക്തിയെക്കുറിച്ചുള്ള ക്രിസ്തീയ ദർശനത്തിൻ്റെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ബൈബിൾ വചനമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 26-27 വാക്യങ്ങൾ. അവിടെ സ്ത്രീയും പുരുഷനും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും, അതായത് ത്രിയേക ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടതെന്നുള്ള ആ യാഥാർത്ഥ്യം നമ്മൾ കാണുന്നു. അപ്പോൾ ദൈവവുമായി ബന്ധം സ്ഥാപിക്കാനും തന്നോടും മറ്റുള്ളവരോടും സൃഷ്ടിയോടും കൂട്ടായ്മയിലായിരിക്കാനുമാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ മഹത്വം അവൻ്റെ കഴിവുകളെയോ സമ്പത്തിനെയോ ജീവിതത്തിലെ സ്ഥാനമാനങ്ങളെയോ അവൻ നടത്തുന്ന ശരിതെറ്റുകളുടെ തിരഞ്ഞെടുപ്പിനെ ആശ്രയിക്കുന്നില്ല. മറിച്ച് ദൈവത്തിൻ്റെ നിരുപാധികമായ സ്നേഹമാണ് അടിസ്ഥാനം. യഥാർത്ഥത്തിൽ നമ്മളിന്ന് ഈ ഒരു കാര്യം, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ മനുഷ്യൻ്റെ മഹത്വം, മനുഷ്യ മാഹാത്മ്യം എന്നതിനെക്കുറിച്ച് നമ്മളങ്ങനെ അധികം ഒന്നും ചിന്തിക്കാറില്ല. നമ്മൾ സാധാരണ എപ്പോഴെങ്കിലും ഒരു പീഡന കേസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കുട്ടിയെ പീഡിപ്പിച്ചു കൊന്നു എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എല്ലാത്തിലും വരുന്നത്, നമ്മുടെ വിശ്വാസികൾ പോലും പറയുന്നത് എന്താണ്? അവനെ പിടിച്ച് കൊല്ലണമെന്നാണ്, അല്ലെങ്കിൽ അവനെ വെടിവയ്ക്കണം, അല്ലെങ്കിൽ വധശിക്ഷ കൊടുക്കണം എന്ന് പറയുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ സഭയുടെ വിശ്വാസം അനുസരിച്ച് ഏത് കൊടും ക്രൂരനായ കുറ്റവാളിയായാലും അയാളുടെ പാപം അല്ലെങ്കിൽ കുറ്റകൃത്യം നിമിത്തം അയാളുടെ മാഹാത്മ്യം നഷ്ടമാകുന്നില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായ മരണം വരെ അവൻ്റെ മാഹാത്മ്യവും സംരക്ഷിക്കണം. അവൻ ഏത് വലിയ തെറ്റ് ചെയ്തിരുന്നാലും ശരിയാണ്. അപ്പം ഈ ഒരു മനുഷ്യൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവൻ സൃഷ്ടിക്കപ്പെട്ടത് ത്രിയേക ദൈവത്തിൻ്റെ ഛായയിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് അവൻ്റെ മാഹാത്മ്യം ഒരു കാരണവശാലും നഷ്ടമാകുന്നില്ല. അവൻ അംഗവൈകല്യം സംഭവിച്ചു, അല്ലെങ്കിൽ അങ്ങനെ അവൻ ജനിച്ചു, അവൻ ദരിദ്രനാണ്, അവൻ മാറ്റി നിർത്തപ്പെട്ടവനാണ്, അവൻ ഒന്നുമില്ലാത്തവനാണ്, അക്ഷരാഭ്യാസം ഇല്ലാത്തവനാണ്, എന്തൊക്കെ കുറവുകളുണ്ടായിരുന്നാലും അവൻ്റെ മാഹാത്മ്യം ഒരു കാരണവശാലും കുറഞ്ഞു പോവുകയോ നഷ്ടമാവുകയോ ആർക്കെങ്കിലും എടുത്തു മാറ്റാൻ കഴിയുകയോ ചെയ്യില്ല.
ഇതാണ് മാഹാത്മ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവൻ ത്രിയേക ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടു എന്നതും ദൈവത്തിൻ്റെ നിരുപാധികമായ സ്നേഹവുമാണ് അതിൻ്റെ അടിസ്ഥാനം. രണ്ടാമത്തെ സാമൂഹ്യ പ്രബോധനങ്ങളുടെ അല്ലെങ്കിൽ വിശ്വാസ സത്യങ്ങളുടെ രണ്ടാമത്തെ അടിസ്ഥാനം എല്ലാ മനുഷ്യരുടെയും തുല്യ മഹത്വം എന്നുള്ളതാണ്. അപ്പോൾ ഓരോ മനുഷ്യ വ്യക്തിയും അനന്തമായ മാഹാത്മ്യത്തിൻ്റെ ഉടമയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ച അനന്തമാഹാത്മ്യം എന്ന ദൈവശാസ്ത്ര പ്രഖ്യാപനത്തിൻ്റെ ആദ്യത്തെ ഖണ്ഡികയിൽ ആദ്യത്തെ സെൻറ്റൻസ് ഇതാണ്: ഓരോ മനുഷ്യ വ്യക്തിയും അനന്തമായ മാഹാത്മ്യത്തിൻ്റെ ഉടമയാണ്. അത് അവൻ്റെയും അവളുടെയും ഉണ്മയിൽ അഭേദ്യമാം വിധം ഇഴുകിച്ചേർന്നിരിക്കുന്നു. അതേത് സാഹചര്യത്തിലും അവസ്ഥയ്ക്കും ആ വ്യക്തിക്ക് അഭിമുഖീകരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉപരിയായി നിലകൊള്ളുന്നു. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. അത് ഏത് ജീവിതാവസ്ഥയിൽ അവൻ എത്തിയിരുന്നാലും അവന് നൽകപ്പെട്ടിട്ടുള്ള ഈ മാഹാത്മ്യം ഒരിക്കലും നഷ്ടമാകുന്നില്ല എന്നുള്ളതാണ്. മൂന്നാമത്തേത് മനുഷ്യാവകാശങ്ങളുടെ പരമോന്നത മൂല്യം എന്നുള്ളതാണ്. 1948 ഡിസംബർ 10 UN നടത്തിയ മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനം, അത് സഭ വളരെ അധികം വിലമതിക്കുകയും അതിനെ വിശ്വാസ സത്യങ്ങളുടെ അടിസ്ഥാന പ്രമാണങ്ങളായി സ്വീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് 7 പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളും 23 ആർട്ടിക്കിൾസുമാണുള്ളത്. മനുഷ്യൻ്റെ മൗലിക അവകാശങ്ങളെക്കുറിച്ച്, ഭക്ഷണം, അതുപോലെ പാർപ്പിടം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും പറ്റി ആഗോള ലോകം മുഴുവനും അംഗീകരിച്ചിട്ടുള്ള മനുഷ്യാവകാശങ്ങളാണത്. ഇനി ഈ 3 അടിസ്ഥാനങ്ങളാണ് വിശ്വാസ സത്യങ്ങൾക്കുള്ളത്. ഇനി അതുപോലെ 5 തത്വങ്ങളുണ്ട്. സാമൂഹിക വിശ്വാസ സത്യം രൂപപ്പെടുന്നത് 5 തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്ന്, പൊതുനന്മയുടെ തത്വം, ദ പ്രിൻസിപ്പിൾ ഓഫ് ദ കോമൺ ഗുഡ്. എന്താണ് ഈ കോമൺ ഗുഡ്? അത് ഗൗതീമത്ത് സ്പെസിൻ്റെ 26ാമത്തെ ഖണ്ഡികയിൽ അതിനെ നിർവചിച്ചിട്ടുണ്ട്. സമൂഹങ്ങൾക്കും വ്യക്തികൾക്കും അവരുടെ പൂർണ്ണത കൂടുതൽ സമഗ്രമായും അനായാസമായും പ്രാപിക്കുന്നതിനുള്ള അവരുടെ ജീവിത സാഹചര്യം കൂടെ ആകത്തുകയാണ്. അതായത് മനുഷ്യരുടെ ഒരു സമൂഹവും അതുപോലെ തന്നെ ഒരു മനുഷ്യ വ്യക്തിയായിരുന്നാലും അവർക്കെങ്ങനെയാണ് അവരുടെ പൂർണ്ണത പ്രാപിക്കാൻ കഴിയുന്നത്, അതിനുള്ള സാഹചര്യങ്ങളുടെ ആകത്തുകയെയാണ് കോമൺ ഗുഡ് എന്ന് വിളിക്കുന്നത്. അതായത് പൊതുനന്മ എന്ന് വിശേഷിപ്പിക്കുന്നത്. പൊതുനന്മ എന്ന് പറയുന്നത് എല്ലാവരുടെയും ജീവിതത്തെ ബാധിക്കുന്നതാണ്. അത് ഏതെങ്കിലും സ്വകാര്യ വ്യക്തികളെ മാത്രമായിരിക്കരുത്. ഇവിടെ വ്യക്തിയോടുള്ള ആദരവ്, സാമൂഹിക ക്ഷേമവും വികസനവും സമാധാനവും എന്നിവ പൊതുനന്മയിൽ ഉൾപ്പെടുന്നു. സഭയുടെ മതബോധന ഗ്രന്ഥം അത് പഠിപ്പിക്കുന്നു. സുവിശേഷത്തിൻ്റെ ആനന്ദത്തിൽ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, മുഴുവൻ അതിൻ്റെ ഭാഗങ്ങളുടെ ആകത്തുകയേക്കാൾ വലുതാണ്. അതായത് ഇൻഡിവിജ്വൽസിൻ്റെ ചില പ്രത്യേകമായിട്ടുള്ള നന്മകളല്ല, മറിച്ച് കമ്മ്യൂണിറ്റിയെ മുഴുവനായി കണ്ടുകൊണ്ട് അതിൻ്റെ പൊതുവായ നന്മയാണ് നമ്മൾ ലക്ഷ്യമാക്കേണ്ടത്. ഇൻഡിവിജ്വൽസിൻ്റെ നന്മയ്ക്ക് പുറകെ പോയി കഴിഞ്ഞിരുന്നാൽ നമ്മൾ ഈ അപകടത്തിൽ ചെന്ന് വിടും. അതായത് ചില കുത്തക മുതലാളികൾ അവരുടെ പ്രോഫിറ്റിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അവിടെ പൊതുസമൂഹത്തിന് നന്മയുണ്ടാകുന്നില്ല, ചെറിയൊരു സമൂഹത്തിന് മാത്രമേ നന്മയുള്ളൂ. അതുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത്, മുഴുവൻ, അതായത് ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് ഇൻഡിവിജ്വൽസ് എന്നാണ്. അതിൻ്റെ പാർട്സ്, അതിൻ്റെ ഭാഗങ്ങളുടെ ആകത്തുകയേക്കാൾ വലുതാണ് മുഴുവൻ എന്നുള്ളത്. അപ്പോൾ കുറച്ച് പേരുടെ മാത്രം താല്പര്യങ്ങൾക്ക് മുഴുവൻ മനുഷ്യ കുടുംബത്തിനു വേണ്ടിയുള്ള നല്ല ലോകത്തെ സൃഷ്ടിക്കാൻ കഴിയില്ല, ഫ്രത്തല്ലി തൂത്തിയിലും. രണ്ടാമത്തെ തത്വം വസ്തുക്കളുടെ സാർവത്രിക ലക്ഷ്യം എന്നുള്ളതാണ്. അതായത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള സകലതും, സകല പ്രകൃതി വിഭവങ്ങളും എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. മനുഷ്യകുലം മുഴുവനുമായി ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ തത്വം പറയുന്നത്. ഭൂമിയിലെ വസ്തുക്കൾ, മണ്ണ്, ജലം, വായു, പ്രകൃതി, അതുപോലെ മറ്റ് വിഭവങ്ങൾ എന്നിവ മുഴുവൻ മനുഷ്യ കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ തത്വത്തിന് വിധേയമായി മാത്രമേ സ്വകാര്യ സ്വത്ത് കൈവശം വയ്ക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും സഹോദരർ അതുപോലെയുള്ള ചില ചാക്രിക ലേഖനങ്ങളിൽ ഒരാളുടെ കയ്യിൽ മാത്രം സമ്പത്ത് ഒരുമിച്ച് കൂടുന്നതിനെയും വിഭവങ്ങൾ ഒരുമിച്ച് കൂടുന്നതിനെയും ഭക്ഷണ വസ്തുക്കൾ ഒരുമിച്ച് കൂടുന്നതിനെയും ഫ്രാൻസിസ് പാപ്പ നേരത്തെ വിമർശിച്ചിരുന്നത്. മൂന്നാമത്തെ തത്വം അധീനാവകാശ സംരക്ഷണ തത്വമാണ്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് സബ്സിഡിയാരിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മേൽഘടകങ്ങൾ
കീഴ്ഘടകങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ കൈകടത്താൻ പാടില്ല എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് സബ്സിഡിയാരിറ്റി. കൂടുതൽ ഉന്നതമായ പദവിയുള്ള ഒരു സമൂഹം താഴ്ന്ന പദവിയിലുള്ള ഒരു സമൂഹത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തരുത്. ഇപ്പോൾ അത് അമേരിക്ക പോലെയുള്ള വളരെ സമ്പന്ന രാഷ്ട്രം, അല്ലെങ്കിൽ മോണോപ്പൊളി, അധികാരത്തിൽ പോലും മോണോപ്പൊളി ഉണ്ട് എന്ന് പറയുന്ന ഒരു സാമ്രാജ്യത്വ ശക്തിയാണത്. ഈ രാജ്യം ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ, അതായത് സമ്പദ്ഘടനയിലോ അല്ലെങ്കിൽ ഭൂപ്രതിയിലോ ദുർബലമായ രാജ്യങ്ങളിലേക്ക് കൈകടത്തി അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ പാടില്ല എന്ന് പലപ്പോഴും അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിർഭാഗ്യവശാൽ. അപ്പോൾ ഓരോ കീഴ്ഘടകത്തിനും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അനുമതി കൊടുക്കണമെന്നുള്ള ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് സബ്സിഡിയാരിറ്റി. ഇനി ഇവിടെ ചെയ്യേണ്ടത്, മേൽഘടകം എപ്പോഴും ശക്തിയുള്ളതായിരിക്കും. ഈ ഘടകം എന്താണ് ചെയ്യേണ്ടത്? ദുർബലമായ കീഴ്ഘടകങ്ങളെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ സഹായിക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് സഭയുടെ സംവിധാനങ്ങളിലായാലും ഒരു കമ്മ്യൂണിറ്റി ലൈഫിലായാലും ഇത് എപ്പോഴും ആപ്ലിക്കബിളാണ്. എപ്പോഴും മുകളിലിരുന്നു കൊണ്ട് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതല്ല, താഴെത്തട്ടിലുള്ളവർ തങ്ങളുടേതായ കാര്യങ്ങൾ ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ തത്വം ഐക്യദാർഢ്യത്തിൻ്റെ തത്വമാണ്, പ്രിൻസിപ്പിൾ ഓഫ് സോളിഡാരിറ്റി. അതായത് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ്. കാരണം മനുഷ്യരെല്ലാവരും പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഓരോ വ്യക്തിയുടെയും ഭാവി എല്ലാവരുടെയും ഭാവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ മാത്രം വളരണം, എനിക്ക് മാത്രം സമ്പത്തുണ്ടാകണം എന്ന ചിന്ത ഈ പ്രിൻസിപ്പിളിന് എതിരാണ്. നമ്മൾ ഒരുമിച്ച് വളരണം എന്നുള്ളതാണ് ഐക്യദാർഢ്യത്തിൻ്റെ തത്വം പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഓരോ വ്യക്തിയുടെയും നന്മ മറ്റുള്ള എല്ലാവരുടെയും നന്മയെ ആശ്രയിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഒന്നുപോലെ നന്മയുണ്ടാകണം എന്നത് ഈ പ്രിൻസിപ്പിൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണ്. അഞ്ചാമത്തേത് സാമൂഹ്യ നീതിയുടെ തത്വമാണ്, ദ പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. ഇവിടെ യേശുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പ്രിൻസിപ്പിൾ ഇവിടെ പാപ്പ അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം യേശുനാഥൻ ദരിദ്രരോട് സുവിശേഷം പ്രസംഗിച്ചു. രോഗികളോടും കാരാഗൃഹവാസികളോടും അപരിചിതരോടും തന്നെ താതാത്മ്യപ്പെടുത്തി അവരിൽ ഒരുവനാണ് താൻ എന്ന് യേശുനാഥൻ പ്രഖ്യാപിച്ചു. അപ്പോൾ അതുകൊണ്ട് സമൂഹത്തിൻ്റെ എല്ലാ അംഗങ്ങളെയും ഏത് സാഹചര്യത്തിൽ കഴിയുന്ന ആളായാലും എല്ലാവരെയും ഒന്നുപോലെ പരിഗണിക്കുക, നീതി എല്ലാവർക്കുമായി വിതരണം ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു തത്വമാണ്. അതുകൊണ്ട് സാമൂഹ്യ നീതി വ്യക്തിയോടുള്ള പെരുമാറ്റത്തെ മാത്രമല്ല, സാമൂഹിക വ്യവസ്ഥിതിയുടെ ശരിയായ ക്രമവൽക്കരണത്തെയും സൂചിപ്പിക്കുന്നു. ഒരു സമൂഹവും നീതിപൂർവകമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ദരിദ്രരോടുള്ള മുൻഗണനാപരമായ തിരഞ്ഞെടുപ്പ് ഇത് സാമൂഹിക നീതി നിലനിർത്താൻ അത്യാവശ്യമാണ്. കാരണം സമ്പന്നൻ വീണ്ടും സമ്പന്നനായിക്കൊണ്ടിരിക്കുകയല്ല, മറിച്ച് ദരിദ്രനെയും കൂടെ ഉയർത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതി അത്യാവശ്യം. വലിച്ചെറിയൽ സംസ്കാരം ഉപേക്ഷിക്കണം. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ അതേ ആശയം വീണ്ടും ഇതിനകത്ത് ആവർത്തിച്ചിട്ടുണ്ട്. ഇനി സാമൂഹ്യ നീതി എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? ദരിദ്രർ, കുടിയേറ്റക്കാർ, അഭയാർത്ഥികൾ, ക്രൂരതയ്ക്കിരയായവർ, അരികുകളിൽ വസിക്കുന്നവർ തുടങ്ങിയവരിൽ നിന്നാണ് സാമൂഹ്യ നീതി ആരംഭിക്കേണ്ടത്. ഇങ്ങനെ 5 തത്വങ്ങളും 3 അടിസ്ഥാനങ്ങളുമാണ് സഭയുടെ സാമൂഹിക വിശ്വാസ സത്യങ്ങൾക്ക് ആധാരമായിട്ടുള്ളത്. നമ്മൾ ഏത് വിശ്വാസ സത്യം, സാമൂഹിക വിശ്വാസ സത്യം സഭ പഠിപ്പിക്കുമ്പോഴും ഇതിലെല്ലാത്തിലും അടിസ്ഥാനമിട്ടുകൊണ്ടാണ് സഭ പറയുന്നത്. ഇനി ഇതിൻ്റെ അവസാനം തൊട്ട്, ഈ ചാപ്റ്ററിൻ്റെ അവസാനം തൊട്ട് വരുമ്പോൾ ഈ 3 അടിസ്ഥാനങ്ങളും 5 തത്വങ്ങളും ഇതിലൂടെ എന്ത് സാധ്യമാകണം? ഇവയിലൂടെ മനുഷ്യൻ്റെ സമഗ്ര വികസനം സാധ്യമാകണം. ഇതാണ് ലക്ഷ്യം. സാമൂഹിക വിശ്വാസ സത്യങ്ങൾ സഭ പഠിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യം മനുഷ്യൻ്റെ സമഗ്ര വികസനമാണ്. എന്താണ് സമഗ്രം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് പോൾ ആറാമൻ പാപ്പ ജനങ്ങളുടെ പുരോഗതി എന്ന ചാക്രി ലേഖനത്തിൽ പറഞ്ഞ ആശയമാണ്. ഓരോ മനുഷ്യൻ്റെയും മുഴുവൻ മനുഷ്യൻ്റെയും, ഈച്ച് ഇൻഡിവിജ്വൽ പേഴ്സൺ ഹോൾ ഇൻഡിവിജ്വൽ പേഴ്സൺ ആണ്. ഓരോ മനുഷ്യനും മുഴുവനായും പുരോഗതി പ്രാപിക്കണം. അവൻ്റെ ഏതെങ്കിലും ഒരു മേഖല മാത്രം, അവൻ്റെ വിദ്യാഭ്യാസം മാത്രമല്ല, അവൻ്റെ വിദ്യാഭ്യാസം, അവൻ്റെ തൊഴിൽ, അവൻ്റെ കുടുംബം, അവന് രാഷ്ട്രവുമായിട്ടുള്ള ബന്ധം, സകല മേഖലയിലും അവന് പുരോഗതി ഉണ്ടാകണം. അപ്പോഴാണ് മനുഷ്യൻ്റെ സമഗ്ര വികസനം എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ.
പോപ്പുലറും പ്രോഗ്രസീവിൽ ജനതകളുടെ പുരോഗതിയിൽ പ്രധാനപ്പെട്ട ആശയം ഇതായിരുന്നു. അതായത് എല്ലാവരുടെയും ഡെവലപ്മെൻറ്റ്, പുരോഗതി, ഒരു മനുഷ്യ വ്യക്തിയുടെ സമഗ്രമായിട്ടുള്ള വികസനം. അപ്പോൾ സഭയുടെ സാമൂഹിക വിശ്വാസ സത്യങ്ങളുടെ എല്ലാത്തിൻ്റെ ലക്ഷ്യം ഇതാണ്, മനുഷ്യൻ്റെ സമഗ്ര വികസനം. 3-ാമത്തെ അധ്യായം, ഇപ്പോൾ 2 അധ്യായങ്ങൾ സഭയുടെ സാമൂഹിക വിശ്വാസ സത്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനം എന്തൊക്കെയാണെന്ന് പറയുന്നു. ഇനിയാണ് നിർമ്മിത ബുദ്ധിയുടെ മേഖലയിലോട്ട് പ്രവേശിക്കുന്നത്. 3-ാമത്തെ അധ്യായം സാങ്കേതിക വിദ്യയും ആധിപത്യവും എന്നതിനെക്കുറിച്ചാണ്. ഡോമിനൻസ്. നിർമ്മിത ബുദ്ധി ധാരാളം കാര്യങ്ങൾ ഇന്ന് വാഗ്ദാനം ചെയ്യുന്നു, നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുമെന്നൊക്കെ പറയുന്നു. എന്നാൽ അവയുടെ വെളിച്ചത്തിൽ മനുഷ്യത്വത്തിൻ്റെ മഹത്വം നമുക്കെങ്ങനെ നിലനിർത്താൻ കഴിയും? ഇവിടെ വീണ്ടും ആ ചോദ്യം ലയോ പാപ്പ ആവർത്തിക്കുകയാണ്. എന്താണ് നാം നിർമ്മിക്കുന്നത്? മനുഷ്യ മഹത്വത്തെ ഹനിക്കുന്ന ആധിപത്യത്തിൻ്റെ ബാബേൽ ഗോപുരമാണോ, അതോ മഹത്വത്തെ സംരക്ഷിക്കുകയും കൂട്ടായ പ്രവർത്തനത്തിലൂടെ ജെറുസലേമിനെ പടുത്തുയർത്തുകയാണോ? ഈ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് വിഷയത്തിലേക്ക് കടക്കുന്നത്. ഇവിടെ സാങ്കേതിക മേധാവിത്വവും ഡിജിറ്റൽ ശക്തിയും എന്നുള്ളത് ഇന്നത്തെ ഒരു യാഥാർത്ഥ്യമാണ്, നമുക്കതിനെ നിരാകരിക്കാൻ കഴിയില്ല. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സാങ്കേതിക കാര്യക്ഷമത വ്യക്തിപരവും സാമൂഹികവും സാമ്പത്തികവുമായ തീരുമാനങ്ങളെടുക്കുകയും, വീണ്ടും ആ കാര്യം വീണ്ടും വരികയാണ്, നിയന്ത്രിക്കുകയും ലാഭമുണ്ടാക്കുകയും ചെയ്യുന്നു. ചില സ്വകാര്യ വ്യക്തികൾ മാത്രം സാമ്പത്തികപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു, മറ്റ് ചെറുകിട രാഷ്ട്രങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു, വൻകിടമായിട്ടുള്ള ലാഭം കൊയ്തെടുക്കുന്നു. സൃഷ്ടിയെ ചൂഷണം ചെയ്യാനുള്ള ഒരു വസ്തുവായി ഇവിടെ കാണുകയാണ്. അതായത് നമ്മുടെ പ്രപഞ്ചത്തെ മാത്രമല്ല, മനുഷ്യനെ പോലും ചൂഷണം ചെയ്യാനുള്ള, എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള വെറുമൊരു കമ്മോഡിറ്റി ആയിട്ട് ഇവിടെ തരം താഴ്ത്തുകയാണ്. വെറുമൊരു കളിപ്പാവ, ഈ സ്വകാര്യ വ്യക്തികളുടെ കൈകളിലുള്ള ചില കളിപ്പാവകളായിട്ട് നമ്മളെന്ത് കാണണം, നമ്മളെന്ത് ചിന്തിക്കണം, നമ്മളെന്ത് തീരുമാനം എടുക്കണം എന്ന് പോലും ഇന്ന് തീരുമാനം എടുക്കുന്നത് ഈ കുത്തക മുതലാളിമാരാണ്. നമ്മൾ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്കിൽ ന്യൂസ് ഫീഡ് നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മുന്നിലേക്ക് എന്താണ് വരേണ്ടത്? ഇത് വേണമെങ്കിൽ നമുക്ക് രാഷ്ട്രീയ ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ചിന്തയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടി സോഷ്യൽ മീഡിയയെ വിലക്കെടുത്തിട്ട് അവരുടേതായിട്ടുള്ള ആശയങ്ങൾ മാത്രം എപ്പോഴും നമ്മുടെ മുന്നിലേക്ക് തന്നുകൊണ്ടിരുന്നാൽ നമ്മുടെ തീരുമാനം അല്ലെങ്കിൽ നമ്മുടെ ചിന്ത അതിനോട് മാത്രമായിട്ട് മാറും. ഇതാണ് ഇവിടെ ആധിപത്യം പുലർത്തുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൃഷ്ടിയെ ചൂഷണം ചെയ്യുകയാണ്, നമ്മളെ ചൂഷണം ചെയ്യുകയാണ്. നമ്മളെ അവരുടെ നേട്ടത്തിനുള്ള വെറുമൊരു വസ്തുവായി ഇവിടെ മനുഷ്യനെ തരം താഴ്ത്തുകയാണ്. ഇനി മനുഷ്യൻ തൻ്റെ തന്നെ നേട്ടങ്ങളുടെ ഇരയായി മാറുമെന്ന് പോൾ ആറാമൻ പാപ്പ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മനുഷ്യൻ തൻ്റെ തന്നെ നേട്ടങ്ങളുടെ ഇരയായിട്ട് മാറും. ഇപ്പം എന്തിരൻ എന്ന സിനിമയിൽ നമുക്കറിയാം, അവൻ റോബോട്ടിനെ നിർമ്മിക്കുന്നു, അവസാനം റോബോട്ട് തന്നെ അവനെ നശിപ്പിക്കുന്ന ആ ഒരു രീതിയിലോട്ട് മാറുകയാണ്. ഏറ്റവും അസാധാരണമായ ശാസ്ത്ര പുരോഗതി പോൾ ആറാമൻ പാപ്പ പറഞ്ഞതാണ്. ഏറ്റവും അത്ഭുതകരമായ സാങ്കേതിക നേട്ടങ്ങൾ, ഏറ്റവും അത്ഭുതകരമായ സാമ്പത്തിക വളർച്ച, ഇതെല്ലാം ഇന്ന് നമ്മൾ കാണുകയാണ്. എന്നിവയെല്ലാം യഥാർത്ഥ ധാർമ്മികവും സാമൂഹികവുമായ പുരോഗതിയുടെ അകമ്പടിയോടെ അല്ലെങ്കിൽ കാലാന്തരത്തിൽ മനുഷ്യനെതിരെ തിരി. ഏതൊക്കെ നേട്ടങ്ങളുണ്ടായാലും അതിനെ ധാർമ്മിക നിയമങ്ങൾ കൊണ്ട് കെട്ടിയിട്ടില്ല എങ്കിൽ, അതിനെ നിയന്ത്രിച്ചില്ല എങ്കിൽ അതൊരു കാലത്ത് മനുഷ്യനെതിരെ തന്നെ തിരിയും എന്ന് പോൾ ആറാമൻ പാപ്പ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യത്വം വളരുന്നതിന് പകരം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ചില വാക്കുകളുണ്ട്. മനുഷ്യത്വം, അതായത് നമ്മൾ മോർ ഹ്യൂമൻ ബീയിങ്സ് ആകുന്നതിന് പകരം, നമ്മുടെ മനുഷ്യത്വം കുറേ കൂടി നല്ലതാകുന്നതിന് പകരം വസ്തുക്കൾ വളരുന്നതിലേക്കാണ് ഇന്ന് ശ്രദ്ധ. മനുഷ്യത്വത്തിൽ നാം കൂടുതൽ ആയിരിക്കുന്നതിന് പകരം, ബീയിങ് മോർ എന്നതിന് പകരം വസ്തുക്കൾ കൂടുതൽ ഉണ്ടായിരിക്കുന്നതിനെക്കുറിച്ചാണ്, ഹാവിങ് മോർ. ഇപ്പോൾ നമുക്ക് കച്ചവട സംസ്കാരമായിട്ടോ അല്ലെങ്കിൽ നമുക്കതിനെ താരതമ്യം ചെയ്യാൻ പറ്റും. ഇപ്പോൾ പൈസ ഉള്ളവനെല്ലാം വാങ്ങിച്ചു കൂട്ടുകയാണ്, എന്നാൽ അവൻ നന്നാകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലില്ല. അവൻ്റെ മനുഷ്യത്വം അവൻ നന്നായിട്ട് രൂപപ്പെടുത്തിയെടുക്കുന്നുണ്ടോയെന്നില്ല. അവൻ എപ്പോഴും ക്രൂരനായ മനുഷ്യനാണ്. അവൻ്റെ ബീയിങ്ങിനെ അവൻ മോർ, അതായത് കൂടുതലാക്കുന്നില്ല, മറിച്ച് അവനുള്ള വസ്തുക്കൾ, അവൻ്റെ ഹാവിങ്സ്, അതിനെയാണ് വർദ്ധിപ്പിക്കുന്നത്. ഇതിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യത്വം വളരുന്നതിന് പകരം വസ്തുക്കൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്.
ഇതിലൂടെ പറ്റുന്ന ഒരു അബദ്ധം, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ഒരു കാര്യം, മനുഷ്യനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇനി നമ്മൾ എന്തേ നോക്കുകയുള്ളൂ, അവൻ ഉൽപ്പാദിപ്പിക്കുന്നു എന്നേ നോക്കുകയുള്ളൂ. അതായത് അവൻ എന്തുമാത്രം നല്ല മനുഷ്യനാണെന്നതിന് പകരം അവൻ എന്തുമാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നതിലോട്ടായിരിക്കും നമ്മൾ നോക്കുന്നത്. ഇത് മെറ്റീരിയലിസത്തിൻ്റെ പുതിയൊരു രൂപമാണ്. മെറ്റീരിയലിസം പറഞ്ഞാൽ എന്താണ്? ഉപയോഗമുള്ളതിനെ നമുക്ക് വച്ചിരിക്കാം, ഉപയോഗമില്ലാത്തതിനെ കളയാം. ഇതാണ് അന്ന് ഹിറ്റ്ലറും അന്ന് ചെയ്തത്, അതല്ലേ? അംഗവൈകല്യങ്ങളുള്ളവരെ കൊന്നുകളയുക. കാരണം അവനെ കൊണ്ടൊരു ഉപയോഗമില്ല. മെറ്റീരിയലിസം, ഭൗതികവാദം, ഇന്ന് അത് പുതിയ രൂപത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. അതായത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നവനെ നമുക്ക് വേണം, അല്ലെങ്കിൽ അവൻ്റെ മനുഷ്യത്വം, അവൻ എന്തുമാത്രം നല്ലതാണ്, അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു അവസ്ഥയിലോട്ട് ഇത് നമ്മളെ കൊണ്ടെത്തിക്കും. നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയുടെ വളർച്ച വെറും വികസനത്തെ മാത്രമല്ല, അത് മനുഷ്യൻ്റെ ചിന്താഗതിയെയും സംസ്കാരത്തെയും ആകെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചിന്തയെയും നമ്മൾ ജീവിക്കുന്ന സംസ്കാരത്തെയും അത് മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. നമ്മളറിയുന്നില്ല, പക്ഷേ നമ്മുടെ ചുറ്റും ആ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. നമ്മളും ആ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. നിലവിലുള്ള നിർമ്മിത ബുദ്ധി സംവിധാനങ്ങൾ ഇതൊരു അപകടമാണ്. കാരണം ഇന്ന് നിർമ്മിത ബുദ്ധി കമ്പനികളെല്ലാം അതിനെല്ലാം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അവർ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നു, റോബോട്ടുകളൊക്കെ ഉണ്ടാക്കുന്നു. പക്ഷേ ഓരോന്നും എങ്ങനെ ആയിരിക്കണം എന്നവർ നിർണ്ണയിക്കുന്നില്ല. ഒരു ഏകദേശ ചട്ടക്കൂട് മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഇതിനെ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് കാര്യങ്ങളെയൊക്കെ അപഗ്രഥിച്ച് സ്വയം തീരുമാനങ്ങളെടുക്കുകയും വികസിക്കുകയും ചെയ്യും. ഇത് അപകടമാണ്. കാരണം തെറ്റായ തീരുമാനങ്ങളെടുക്കാൻ ഇത് കാരണമാകും. ഇവിടെ ഇത് ഉണ്ടാക്കുന്ന ആൾ പറഞ്ഞിട്ടില്ല ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ എന്ന് ഏറ്റവും സൂക്ഷ്മമായിട്ടൊന്നും നിർണ്ണയിച്ചിട്ടില്ല. ഒരു ഏകദേശ രൂപകൽപ്പന മാത്രം, ഒരു ഏകദേശ ചട്ടക്കൂട് മാത്രം. ബാക്കി ഇനി ഈ പറയുന്ന AI-യുടെ ഉൽപ്പന്നം സ്വന്തമായി നിർണ്ണയിച്ചെടുക്കണം. അവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോകാം. ഇപ്പോൾ യുവാൽ നോവ ഹരാരി, അദ്ദേഹത്തോട് ഒരു ഇൻ്റർവ്യൂ നടത്തുന്ന ആൾ ചോദിച്ചു, ജീവിവർഗങ്ങളിൽ വെച്ച് ഏറ്റവും ബുദ്ധിയുള്ള ജീവി മനുഷ്യനാണ്. പക്ഷേ മനുഷ്യനെടുക്കുന്ന ചില തീരുമാനങ്ങൾ ചിലപ്പോൾ തെറ്റിപ്പോകാറുണ്ട്. അവൻ ഏറ്റവും ബുദ്ധിശാലിയാണ്, പക്ഷെ അവൻ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോകുന്നു. എന്താണ് കാരണം? ഇപ്പോൾ യുവാൽ നോവ ഹരാരി പറയുന്നത്, മനുഷ്യൻ ഏറ്റവും ബുദ്ധിയുള്ള ജീവി തന്നെ, അവൻ്റെ തീരുമാനങ്ങൾ എപ്പോഴും ശരിയായിരിക്കണം. പക്ഷേ അവന് ലഭിക്കുന്ന ഇൻഫർമേഷൻസ് തെറ്റാണെങ്കിൽ അവൻ അതിനെ ബേസ് ചെയ്തുകൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങളും തെറ്റിപ്പോവും. ഇത് AI-യുടെ കാര്യത്തിലും പ്രശ്നമാണ്. AI-ക്ക് എന്താണോ നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുന്നത് അതിനനുസരിച്ചാണ് ആ തീരുമാനം എടുക്കുന്നത്. അപ്പോൾ നമ്മൾ തെറ്റായ ഇൻഫർമേഷനാണ് കൊടുക്കുന്നതെങ്കിൽ നിർമ്മിത ബുദ്ധി തെറ്റായ തീരുമാനങ്ങളെടുക്കും. അത് ലോകത്തിന് തന്നെ ഹാനികരമായിട്ട് മാറും. മനുഷ്യൻ്റെ ബുദ്ധിയുടെ ചില പ്രവർത്തനങ്ങളെ ഇത് അനുകരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. മനുഷ്യന് പകരം ഈ നിർമ്മിത ബുദ്ധിയെ നമുക്ക് പകരം വയ്ക്കാൻ കഴിയില്ല. അവൻ്റെ ചില പ്രവർത്തനങ്ങളെ അതുപോലെ അനുകരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നം? നിർമ്മിത ബുദ്ധി അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നില്ല. എക്സ്പീരിയൻസസ് ഒന്നും അതിനില്ല. മനുഷ്യന് മാത്രമേ എക്സ്പീരിയൻസ് ഉള്ളൂ, ഹ്യൂമൻ എക്സ്പീരിയൻസ് എന്ന് നമ്മൾ പറയും. ആ അനുഭവങ്ങളിൽ നിന്നാണ് അവൻ പല കാര്യങ്ങളും അവൻ പഠിക്കുന്നത്. ഈ AI-ക്ക് അതില്ല. അത് AI-യുടെ വളർച്ച വികസിക്കുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. അതിന് ശരീരമില്ല, നമുക്ക് ശരീരമുണ്ട്. ഈ ശരീരം പലപ്പോഴും വിവരങ്ങൾ ഇങ്ങോട്ട് നൽകുന്ന ഒരു ചാലകശക്തിയാണ്. ഫിലോസഫിയിൽ, എപ്പിസ്റ്റമോളജിയിലൊക്കെ പഠിക്കുന്ന കാര്യമാണ്. നമ്മുടെ അറിവിനെ നമുക്ക് തരുന്ന ഒരു മീഡിയം എന്ന് പറയുന്നത് ഈ ശരീരമാണ്. അതേ സമയത്ത് നിർമ്മിത ബുദ്ധിക്ക് അങ്ങനെ ഒരു ശരീരമില്ല. പിന്നെ ബീയിങ് ആൻഡ് ഹാവിങ്ങിൽ നമ്മൾ പറയുന്ന ഐ ഹാവ് എ ബോഡി എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ്, ശരീരവും ആത്മാവും ചേർന്ന ഒരു യാഥാർത്ഥ്യമാണ് മനുഷ്യൻ. നിർമ്മിത ബുദ്ധിക്ക് അങ്ങനെ ഒരു പ്രിൻസിപ്പിൾ നമുക്ക് പറയാനേ കഴിയുന്നില്ല. ഇനി നിർമ്മിത ബുദ്ധിക്ക് ആനന്ദമോ വേദനയോ അതിനില്ല. മനുഷ്യന് മാത്രമേ ഉള്ളൂ ഈ വികാരങ്ങൾ. ഇനി നിർമ്മിത ബുദ്ധി ബന്ധങ്ങളിലൂടെ പക്വത പ്രാപിക്കുന്നില്ല. അതിനെക്കുറിച്ച് പോലെ അതിന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബന്ധങ്ങൾ, ഹ്യൂമൻ റിലേഷൻഷിപ്സ് അതിനില്ല. സ്നേഹം, തൊഴിൽ, സൗഹൃദം, ഉത്തരവാദിത്വം എന്നിവ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അതിനെക്കുറിച്ചൊന്നും നിർമ്മിത ബുദ്ധിക്ക് അറിയേണ്ട ആവശ്യമില്ല. ധാർമ്മിക മനസാക്ഷിയില്ല, അതിനൊരു മോറൽ കോൺഷ്യൻസ് ഇല്ല. ഇനി ഈ സാങ്കേതിക വിദ്യ മനുഷ്യൻ്റെ മേൽ ഒരുതരം ആധിപത്യം സ്ഥാപിക്കാൻ സാധ്യതയുണ്ട്. മനുഷ്യനെ വെറും വിവരങ്ങളായി അളക്കാൻ അല്ലെങ്കിൽ
വിവരങ്ങളായിട്ട് അളക്കാൻ കഴിയുന്ന ഒരു വസ്തുവായിട്ടൊക്കെ മാറ്റാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇന്ന് ഈ നമ്മളിന്ന് മനുഷ്യനാണോ അതോ ഡാറ്റയാണോ ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. എന്നാൽ നമ്മളിന്ന് ആരുടെയൊക്കെ കൈകളിലെ ഡാറ്റയാണ്, ചിലപ്പോൾ ജിയോ കമ്പനിയുടെ ഉടമയുടെ കയ്യിലെ ഡാറ്റയാണ് നമ്മൾ. ചില മെഡിക്കൽ രംഗങ്ങളിൽ അതിൻ്റെ നമ്മുടെ മെഡിക്കലായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനായിട്ടുള്ള സകല വിവരങ്ങളും കൈയാളുന്ന ചില കമ്പനികളുണ്ട്. നമ്മുടെ ഇൻഷുറൻസ് കാര്യങ്ങൾ നമ്മളിന്ന് വെറും ഡാറ്റയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അളക്കാൻ കഴിയുന്ന ഒരു വസ്തുവായി നമ്മൾ മാറുന്നു. അതുകൊണ്ട് ജാഗ്രതയോടെയുള്ള സമീപനം നമുക്ക് ആവശ്യമാണ്. നിർമ്മിത ബുദ്ധി എന്നത് മനുഷ്യൻ്റെ സർഗാത്മകതയുടെ വലിയൊരു തെളിവാണ്. അത് തീർച്ചയായിട്ടും അവൻ്റെ കഴിവിൻ്റെ ഫലം തന്നെ, അവൻ്റെ ബുദ്ധിയുടെ ഫലം തന്നെ, അവൻ്റെ ക്രിയേറ്റിവിറ്റിയുടെ ഫലം തന്നെയാണ് നിർമ്മിത ബുദ്ധി. അതുകൊണ്ട് നമ്മളതിനെ പൂർണ്ണമായും തള്ളിക്കളയണ്ട. പക്ഷേ വലിയൊരു ജാഗ്രത നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് വ്യക്തിപരമായ ഉപയോഗത്തിൽ 3 വശങ്ങൾ ശ്രദ്ധാപൂർവം പരിഗണിക്കണമെന്ന് ലിയോ പാപ്പ പറയുന്നു. 1, ഫലങ്ങൾ നേടുന്നതിൻ്റെ എളുപ്പം. അതായത് നമ്മൾ ജെമിനിയോടൊരു കാര്യം ചോദിച്ചു, ജെമിനി അതിന് ഉത്തരം തന്നു. ഈ ഉത്തരം ഇത് എവിടെ നിന്നാണ് എടുത്തുകൊണ്ട് വന്നത്? ഇതൊരു പ്രശ്നമാണ്. ഒതൻറ്റിക് സോഴ്സിൽ നിന്നല്ല എങ്കിൽ തെറ്റായ വിവരങ്ങളായിരിക്കും നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് എവിടെ നിന്നാണ് എളുപ്പത്തിൽ ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ മുന്നിലേക്ക് വരുന്നത്, അതിൻ്റെ റിസോഴ്സസ് എന്താണ്, അതിൻ്റെ ഒതൻറ്റിസിറ്റി എന്താണ്, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. 2, വസ്തുനിഷ്ഠതയുടെ പ്രതീതി. ഇത് നമ്മുടെ മുന്നിലോട്ട് കൊണ്ടുവരുമ്പം അത് ഭയങ്കര ശരിയായിട്ട് ഒബ്ജക്റ്റീവ്ലി കറക്റ്റായിട്ടാണ് അത് കൊണ്ടുവരുന്നത്. അതിലൊരു ഡൗട്ട്, ഒരു ചോദ്യചിഹ്നം പോലും അവരിടുന്നില്ല. എല്ലാം കൃത്യമായി അളന്ന് മുറിച്ച് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ, പ്രബോധന രൂപത്തിൽ, ഡോക്ട്രിൻ പോലെയാണ് AI നമുക്ക് തരുന്നത്. അതായത് ഒബ്ജക്റ്റിവിറ്റി, വസ്തുനിഷ്ഠമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമ്മിൽ അത് സൃഷ്ടിക്കുന്നു. പക്ഷെ നമ്മളവിടെ ചിന്തിക്കണം, ഇത് ഒബ്ജക്റ്റീവ്ലി കറക്റ്റാണോ അതോ AIയെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ചാണോ സബ്ജക്റ്റീവ്ലി കറക്റ്റായിരിക്കുന്നത്. 3, മനുഷ്യ ആശയവിനിമയത്തിൻ്റെ അനുകരണം. അതായത് മനുഷ്യൻ എങ്ങനെയാണോ സംസാരിക്കുന്നത്, ആശയങ്ങൾ കൈമാറുന്നത്, അതിനെ അനുകരിച്ചുകൊണ്ടാണ് നിർമ്മിത ബുദ്ധി നമ്മളോടിന്ന് സംവദിക്കുന്നത്. ഇത് ഒരു അപകടമാണ്. ഇതിനെക്കുറിച്ച് പിന്നീട് ഇതിൻ്റെ തൊട്ട് താഴെ വിശദീകരിക്കും ഇതിൽ ഓരോന്നും. അതിനകത്ത് മനുഷ്യ ആശയവിനിമയത്തിൻ്റെ അനുകരണം, ഇത് ഹ്യൂമൻ റിലേഷൻഷിപ്സിനെയൊക്കെ തകർക്കുന്ന ഒരു സംഭവമാണ്. വാക്കുകൾ അനുകരിക്കപ്പെടുമ്പോൾ അവ യഥാർത്ഥ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജെമിനി നമ്മുടെ ഒരു സുഹൃത്തിനെ പോലെ, നമുക്ക് പരിചയമുള്ള ഒരാളിനെ പോലെ നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വെറും ആർട്ടിഫിഷ്യലാണ്, അത് വെറും നിർമ്മിതമാണ്. അതായത് മനുഷ്യൻ്റെ സംഭാഷണ ശൈലിയെ അനുകരിച്ചു കൊണ്ടാണ് അത് എന്നോട് സംസാരിക്കുന്നത്. അവിടെ ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഇല്ല. ഇന്ന് ഈ ടെക്നോളജി ഉപയോഗിക്കുന്നത്, അതായത് ഈ പുറത്തെ ആളുകളുമായിട്ട് സംസാരിക്കാനോ ബന്ധം സ്ഥാപിക്കാനോ ഇഷ്ടമില്ലാത്ത ആൾക്കാർ വീട്ടിനുള്ളിൽ ഇതാണ് ചെയ്യുന്നത്. ചിലർ റോബോട്ടുകൾ ഉപയോഗിക്കുന്നു, ചിലർ ഇതുപോലെയുള്ള ചില ആപ്പുകൾ ഉപയോഗിക്കുന്നു. എന്തിനാണ്? സംസാരിക്കാൻ വേണ്ടി, കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി. മനുഷ്യരോട് നേരിട്ട് സംസാരിക്കുന്നില്ല, ഇതുപോലെയുള്ള ചില സാധനങ്ങളോടാണ് സംസാരിക്കുന്നത്. ഇതിനകത്തുള്ള പ്രശ്നം യഥാർത്ഥത്തിലുള്ള ബന്ധങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. മനുഷ്യനെ സംബന്ധിച്ച് ബന്ധങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് പറഞ്ഞല്ലോ, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. കാരണം അവന് ഹ്യൂമൻ റിലേഷൻഷിപ്സ് അത്യാവശ്യമാണ്, വളരെ അത്യാവശ്യമാണ്. പക്ഷെ ഇന്നത്തെ AIയുടെ ഒരു പ്രശ്നം ഇതാണ്, മനുഷ്യനെ ബന്ധങ്ങളിൽ നിന്ന് അകറ്റും. നിർമ്മിത ബുദ്ധി കേവലം വിവരങ്ങൾ വിശകലനം ചെയ്യുകയും ചില പാറ്റേണുകൾ തിരിച്ചറിയുകയും മാത്രമാണ് ചെയ്യുന്നത്. അതിന് മനുഷ്യനെ പോലെ ബോധമനസ്സോ സ്നേഹിക്കാനോ സഹിക്കാനോ ഉള്ള കഴിവ് ഇല്ല. മറ്റുള്ളവരുമായി ബന്ധം സ്ഥാപിക്കുന്നതിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നു. ഇത് വളരെ കംഫർട്ടബിളാണ്. ഈ പറയുന്ന സാധനം നമ്മളെ മൊബൈലുമായിട്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചില ആപ്പുകളുമായിട്ട് നമുക്ക് മാത്രമായിട്ട്, വേറെ ആരും നമ്മളെ കളിയാക്കുന്നില്ല, കുറ്റം പറയുന്നില്ല, നമ്മളെ കേൾക്കുന്നില്ല, വിമർശിക്കുന്നില്ല. എനിക്കിവിടെ ഇരുന്ന് എന്ത് വേണമെങ്കിലും ജെമിനിയോട് പറയാം. ജെമിനി ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എന്നോട് മറുപടി പറയും. അപ്പോൾ മറ്റുള്ളവരുമായി ബന്ധം സ്ഥാപിക്കുന്നതിൽ നിന്ന് ഇത് നമ്മളെ അകറ്റും. പരിസ്ഥിതിയെ സാരമായി ബാധിക്കുന്നു. ഇതിൻ്റെ ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റ്, അതുപോലെ ഇതിൻ്റെ നിർമ്മാണം ഇതിനൊക്കെ വേണ്ടി പരിസ്ഥിതിയെ അത് വളരെയധികം ബാധിക്കുന്നുണ്ട്. വലിയ തോതിൽ ഊർജവും വെള്ളവും ഇതിനാവശ്യമാണ്. ഇത് പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണത്തിലേക്ക് നയിക്കും. ഇവിടെ കുത്തക കമ്പനികൾ അല്ലെങ്കിൽ മുതലാളിമാർ ഈ AI ടെക്നോളജിയുടെ വളർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ട്സ് നിർമ്മിക്കാൻ വേണ്ടി
ഇവരെന്ത് ചെയ്യും? ഈ വലിയ തോതിൽ എനർജിയും വെള്ളവും ഉപയോഗിക്കും. ഇത് പ്രിൻസിപ്പിൾ ഓഫ് കോമൺ ഗുഡ് വസ്തുക്കളുടെ സാർവത്രിക ലക്ഷ്യം എന്ന തത്വത്തിന് എതിരാണ്. ഇനി പ്രകൃതി വിഭവങ്ങൾ വലിയ അളവിൽ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത്. ഇനി എന്ത് നമുക്ക് ചെയ്യാം? ഉത്തരവാദിത്വവും സുതാര്യതയും നിർമ്മിത ബുദ്ധിയുടെ ഭരണവും ആവശ്യമാണ്. മനുഷ്യ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ അവകാശങ്ങളെയും അവസരങ്ങളെയും അന്തസ്സിനെയും സ്വാതന്ത്ര്യത്തെയും നിർമ്മിത ബുദ്ധി സ്വാധീനിക്കുന്നു. ഇത് വളരെ പ്രശ്നം പിടിച്ചൊരു കാര്യമാണ്. ഇവയ്ക്ക് അനുകമ്പ, കരുണ, ക്ഷമ, എല്ലാറ്റിനുമുപരി ആളുകൾക്ക് മാറാൻ കഴിയുമെന്ന പ്രതീക്ഷ എന്നിവയെക്കുറിച്ച് അറിയുന്നേയില്ല. നിർമ്മിത ബുദ്ധി ധാർമ്മികമായി നിഷ്പക്ഷമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതായത് മോറലി ന്യൂട്രൽ ആണ് നിർമ്മിത ബുദ്ധി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഓരോ ടെക്നോളജി നിർമ്മിക്കുമ്പോൾ അതിന് പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. ഓരോ സാങ്കേതിക ഉപകരണവും ആളുകളെയും സാഹചര്യങ്ങളെയും അളക്കുന്ന, അല്ലെങ്കിൽ ചിലരെ അവഗണിക്കുന്ന, അല്ലെങ്കിൽ ചിലതിനെ പ്രയോഗത്തിൽ കൊണ്ടുവരുന്ന തിരഞ്ഞെടുപ്പുകളും മുൻഗണനകളും ഉൾക്കൊള്ളുന്നു. അപ്പോൾ വെറുതെ മോറലി ന്യൂട്രലായിട്ട് എന്തെങ്കിലും ഒരു സാധനം നിർമ്മിക്കുക സാധ്യമല്ല. ആ ഒരു സാധനം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ നിർമ്മാതാക്കൾക്ക് വ്യക്തമായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ ഉണ്ട്. ഇവിടെ ഉത്തരവാദിത്വം നിർണായകമായിട്ട് മാറുകയാണ്. ആരാണ് ഈ നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് തീരുമാനമെടുക്കുന്നത്? ഇതുവരെയും നമുക്ക് രാഷ്ട്രങ്ങൾക്കോ അല്ലെങ്കിൽ അന്താരാഷ്ട്രമായിട്ടൊരു സംവിധാനമോ വന്നില്ല. നിർമ്മിത ബുദ്ധിയെ കൈകാര്യം ചെയ്യാൻ ഇതുവരെയും പൊതുവായിട്ടുള്ളൊരു ഭരണ സംവിധാനമോ നിയമനിർമ്മാണമോ വന്നിട്ടില്ല. അപ്പോൾ ആരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്? എടുക്കുന്ന തീരുമാനങ്ങളെയും നിർമ്മിത ബുദ്ധി ചെയ്ത പ്രവർത്തനങ്ങളെയും ആര് ന്യായീകരിക്കും? അവയെ ആര് നിരീക്ഷിക്കും? ആവശ്യമുള്ളപ്പോൾ അതിൻ്റെ തെറ്റായ കാര്യങ്ങൾ ആര് ചോദ്യം ചെയ്യും? ഇനി ഇതുണ്ടാക്കുന്ന ഏതെങ്കിലും അപകടങ്ങളെ അതിൻ്റെ ഉത്തരവാദിത്വം ആര് ഏറ്റെടുക്കും? അതിനാര് പരിഹാരം കാണും? ഇത് വളരെ നിർണായകമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. യഥാർത്ഥത്തിൽ ഇതിന് ഇപ്പോൾ എന്താണ്, ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ്. അമേരിക്ക അന്ന് ബോംബിട്ട സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ജനവാസ മേഖലയായിരുന്നു, ഇന്നൊരു സ്കൂളാണ്. അവിടെ കൊണ്ട് ബോംബിട്ടു. ആരതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും? അമേരിക്ക ഒരു അതിയായി ടെക്നോളജിയാണ്. ഇതാണ് ഇവിടുത്തെ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രശ്നം. യഥാർത്ഥത്തിൽ ഇതാണ്, ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആളുണ്ടാവില്ല. ഇനി അടുത്ത് പാപ്പ പറയുന്ന മറ്റൊരാശയം നിരായുധീകരണമാണ്. ഡിസാമിങ് ഓഫ് വെപ്പൺസ്. നിരായുധീകരണം എന്നാൽ ഭരിക്കാൻ സാങ്കേതിക ശക്തി സ്വയമേവ അവകാശം നൽകുന്നു എന്ന അനുമാനത്തെ നിരാകരിക്കുക എന്നാണ്. അത് ആയുധീകരണം എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് യുദ്ധം നടത്താം അല്ലെങ്കിൽ ആക്രമിക്കാം. നിരായുധീകരണം എന്ന് പറയുമ്പം അതിനെ സ്വതന്ത്രമാക്കുകയാണ്. നിരായുധീകരണം എന്നാൽ സാങ്കേതികവിദ്യ നിരസിക്കുക എന്നല്ല, മറിച്ച് മനുഷ്യരാശി ആധിപത്യം സ്ഥാപിക്കുന്നതിൽ നിന്ന് തടയുക എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി നഷ്ടപ്പെടാൻ പാടില്ലാത്തത് എന്താണ്? അത് മനുഷ്യത്വമാണ്. ഇവിടെ ഈ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്. അതായത് തീരുമാനങ്ങൾ എടുക്കാനുള്ള പൂർണ്ണമായ അധികാരം യന്ത്രങ്ങൾക്ക് വിട്ടുകൊടുക്കരുത്. ധാർമ്മികമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് എപ്പോഴും മനുഷ്യൻ തന്നെയാണ്. കാരണം മറ്റേത് മോറലി ബയാസ്ഡ് ആണ്. അത് നിർമ്മിച്ച ആളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് AI നിലകൊള്ളുന്നത്. അപ്പോൾ അത് മോറലി ന്യൂട്രലായി നിന്നുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ധാർമ്മികമായ തീരുമാനങ്ങൾ മനുഷ്യൻ തന്നെയാണ് എടുക്കേണ്ടത്. യന്ത്രങ്ങൾ മനുഷ്യൻ്റെ ചിന്താശേഷിയെയും വിവേചന ബുദ്ധിയെയും ഇല്ലാതാക്കാൻ അനുവദിക്കരുത്. AI ഉപയോഗിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണ്? ഇന്ന് പിള്ളേർ പോലും ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നു, പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. 10-20 വർഷം കഴിയുമ്പോൾ ബുദ്ധിയില്ലാത്ത ഒരു തലമുറ ഇവിടെ ഉണ്ടാകും. ചിന്തിക്കാൻ കഴിവില്ലാത്ത ഒരു തലമുറ ഇവിടെ ഉണ്ടാകും. ഇൻ്റലിജൻസ്, നമ്മൾ 9 തരത്തിലുള്ള ഇൻ്റലിജൻസിനെ കുറിച്ച് പറയാറുണ്ട്. ഇതൊന്നും ഡെവലപ്പ് ചെയ്യപ്പെടാത്ത ഒരു തലമുറ ഉണ്ടാകും. അതായത് ഇന്ന് AI മാത്രം ആശ്രയിച്ച് നടന്നു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. ഇനി 2 കൺസെപ്റ്റുകൾ നേരത്തെ ക്യോ വാദിസ് ഹ്യൂമാനിത്താസ്, മനുഷ്യവംശം എന്ന് എങ്ങോട്ട് പോകുന്നു എന്ന രേഖയിൽ ഈ 2 കൺസെപ്റ്റുകളും ചർച്ച ചെയ്തിട്ടുണ്ട്.
ഈ ട്രാൻസ് ഹ്യൂമനിസം, പോസ്റ്റ് ഹ്യൂമനിസം എന്ന് പറയുന്നത് പോസ്റ്റ് മോഡേൺ ഫിലോസഫിയുടെ ഭാഗമായിട്ടൊക്കെ നമ്മൾ കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് ട്രാൻസ് ഹ്യൂമനിസം? ഇത് നേരത്തെ ആ ഡോക്യുമെൻറ്റിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ അതിനൊരു മറുപടി പോലെ ലയോ പാപ്പ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ട്രാൻസ് ഹ്യൂമനിസം എന്താണ്? സാങ്കേതിക വിദ്യയിലൂടെ, അതായത് ബയോമെഡിസിൻ, ബോഡി എഞ്ചിനീയറിംഗ്, ഡിവൈസസ് ആൻഡ് അൽഗോരിതംസ് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യ ശരീരത്തിൻ്റെ പരിമിതികളെ മറികടന്ന് പുതിയൊരു ജീവിയാകാം എന്ന ഒരു വാദമാണ് ട്രാൻസ് ഹ്യൂമനിസം. മനുഷ്യന് ഒരുപാട് പരിമിതികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് മരണം, അവൻ്റെ രോഗങ്ങൾ, അവന് പ്രായമാകുന്നു എന്നുള്ളത്. അതുപോലെ ബുദ്ധി പടിപടിയായിട്ട് വികസിക്കുന്നു. ഇതെല്ലാം അവൻ്റെ പരിമിതികളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില പരിമിതികളെ ഇന്ന് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് മറികടന്ന് പുതിയൊരു മനുഷ്യജീവിയെ, അത് ഇപ്പോൾ ക്ലോണിങ് അല്ലെങ്കിൽ DNA മാറ്റം വരുത്തിക്കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരാളെ നിർമ്മിച്ചെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഇന്നുണ്ടല്ലോ. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയുള്ള സൗന്ദര്യം അല്ലെങ്കിൽ അവൻ്റെ ഇൻ്റലിജൻസ് കപ്പാസിറ്റി ഇതെല്ലാം വെച്ചുകൊണ്ട് ഒരു പുതിയൊരു ജീവിയെ സൃഷ്ടിക്കാൻ മനുഷ്യന് സാധിക്കും. ഇതാണ് ട്രാൻസ് ഹ്യൂമനിസം. നമ്മുടെ പരിമിതികളെ മറികടക്കാം എന്നുള്ളത്. രണ്ടാമത് പോസ്റ്റ് ഹ്യൂമനിസമാണ്. ഇത് മനുഷ്യരുടെയും യന്ത്രങ്ങളുടെയും പരിസ്ഥിതിയുടെയും ഒരു സങ്കരവൽക്കരണം, ഒരു ഹൈബ്രിഡ് വേർഷനാണ്. ഹൈബ്രിഡായിട്ടുള്ള മനുഷ്യൻ, ഹൈബ്രിഡായിട്ടുള്ള യന്ത്രം, ഹൈബ്രിഡായിട്ടുള്ള പരിസ്ഥിതി. ഇതൊക്കെ ചിലപ്പോൾ ഉട്ടോപ്യൻ ആശയങ്ങളായിരിക്കാം, പക്ഷേ ചില മേഖലകളിൽ ഇതെല്ലാം യാഥാർത്ഥ്യമാകുന്ന കാര്യങ്ങളാണ്. ഒരു പുതിയ പരിണാമഘട്ടത്തിൽ മാനവികത സ്വയം മറികടക്കുന്ന ഒരു പരിധി പോലും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകാം. ഇതാണ് ട്രാൻസ് ഹ്യൂമനിസം, പോസ്റ്റ് ഹ്യൂമനിസം, രണ്ട് കൺസെപ്റ്റുകൾ. ഇനി ഇതിനെ പാപ്പയോട് വിശകലനം ചെയ്യും. അതായത് ഒന്നാമത് നമ്മൾ കണ്ടത് പരിമിതികളെ നമുക്ക് മറികടക്കാം, പുതിയ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കാവുന്നതാണ്. ഇവിടെ പരിമിതി, ഹൃദയം, മനുഷ്യ വ്യക്തിയുടെ മഹത്വം എന്നുള്ളതെല്ലാം മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതായത് ഇന്നബിലിറ്റി, കഴിവില്ലായ്മ അല്ലെങ്കിൽ പ്രാപ്തിയില്ലായ്മ, രോഗം, വാർദ്ധക്യം, സഹനം, നിസ്സഹായത തുടങ്ങിയവ പരിഹരിക്കപ്പെടേണ്ട കുറവുകളല്ല, മറിച്ച് മനുഷ്യത്വം പക്വത പ്രാപിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. മനുഷ്യൻ ഇതിനെല്ലാം മറികടക്കാനാണ് നോക്കുന്നത്. എങ്ങനെ രോഗം വരാതിരിക്കാം, എങ്ങനെ പ്രായമാകാതിരിക്കാം, എങ്ങനെ സഹനങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാം, എങ്ങനെ രോഗത്തെ അല്ലെങ്കിൽ മരണത്തെ ഇല്ലായ്മ ചെയ്യാം, ഇങ്ങനെയുള്ള പരിമിതികളെ എങ്ങനെ പരിഹരിക്കാമെന്നാണ് മനുഷ്യൻ നോക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള പരിമിതികളാണ് യഥാർത്ഥത്തിൽ നമ്മളെ പക്വതയുള്ള മനുഷ്യരാക്കി മാറ്റുന്നത്. ഒരു രോഗവും ഒരു സങ്കടവും ഒരു വേദനയില്ലാത്ത മനുഷ്യൻ, നമ്മൾ സാധാരണ കുട്ടികളെ കുറിച്ച് പറയുമല്ലോ, അതായത് പുറലോകം കാണിക്കാതെ വളർത്തുന്ന മക്കൾ അമുൽ ബേബി എന്നൊക്കെ പറയും. അതായത് ഒരു വികാരവും വിചാരവും ഇല്ലാത്ത ഒരു പാവക്കുട്ടിയെപ്പോലെ ഒരു കുഞ്ഞ്. അതേ സമയത്ത് ജീവിതത്തിൻ്റെ ചില വെല്ലുവിളികളോട് ഏറ്റുമുട്ടി സ്വയം വികസിക്കുന്ന മനുഷ്യൻ, അവൻ അതിൻ്റെ മനുഷ്യൻ്റെ അന്തസ്സിൻ്റെ പക്വത പ്രാപിക്കുന്ന വ്യക്തിയാണ്. ഇനി ഈ പരിമിതികളിൽ നിന്നാണ് നമ്മൾ പറയുന്ന രോഗം, സഹനം, മരണം തുടങ്ങിയ പരിമിതികളിൽ നിന്നാണ് മനുഷ്യൻ കാരുണ്യം, സഹാനുഭൂതി, ഔദാര്യം, ആത്മീയമായ അനുഭവം, ദൈവാരാധന തുടങ്ങിയ കാര്യങ്ങളുണ്ടാകുന്നത്. അപ്പോൾ ഈ പരിമിതികളില്ലാത്ത മനുഷ്യന് കരുണയുണ്ടാകില്ല, സഹാനുഭൂതി ഉണ്ടാകില്ല, ഔദാര്യം ഉണ്ടാകില്ല, സഹാനുഭൂതിയോ ദൈവാരാധനയോ ദൈവവുമായിട്ടുള്ള ബന്ധമോ ഒന്നും ഉണ്ടാവുകയില്ല. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട എന്താണ്? നമുക്ക് പരിമിതികളെ മറികടക്കുന്ന ഒരു പുതിയ ജീവിയെ സൃഷ്ടിക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ സങ്കരവർഗത്തിൽപ്പെട്ട ഹൈബ്രിഡായിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ നിർമ്മിച്ചെടുക്കുക എന്നുള്ളതല്ല. നമ്മൾ ചെയ്യേണ്ടത് ബിയോണ്ട്, അതാണ് നമ്മുടെ ഈ അവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് പോകുന്ന ഒരു കാര്യത്തിലേക്ക്, ആധികാരികമായ മനുഷ്യനേക്കാൾ കൂടുതൽ എന്ന് പറയുന്ന മോർ ഹ്യൂമൻ ബീയിങ്, അവിടെ നമുക്ക് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കൃപ അത്യാവശ്യമാണ്. മനുഷ്യൻ സ്വന്തം സ്വഭാവത്തിൻ്റെ അതിരുകളിൽ ഒതുങ്ങി നിൽക്കുന്ന, ഇത് കാൾ റാനർ ആ ഒരു കാലഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു ദൈവശാസ്ത്ര സമീപനമാണ്. അതായത് മനുഷ്യൻ തൻ്റെ പരിമിതികളെ മറികടക്കുന്നത് ദൈവത്തിൻ്റെ കൃപയുടെ സഹായത്തിലാണ്. പരിമിതികൾ മനുഷ്യനുണ്ട്, എന്നാൽ ആ പരിമിതികളിൽ മനുഷ്യൻ ഒതുങ്ങിക്കൂടുന്നില്ല. അതിനകത്ത് അവൻ എൻ്റെ ജീവിതം ഇത് തന്നെ, എൻ്റെ വിധിയാണ് എന്ന് പറഞ്ഞ് നമ്മളവിടെ
നശിച്ചു പോകുന്നില്ല. മറിച്ച് ആ വിധിയെയും ആ ബലഹീനതകളെയും, ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഈ രോഗങ്ങളുടെ നടുവിൽ പോലും പ്രത്യാശയോടെ ജീവിക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു കന്യാസ്ത്രീ അന്ന് രോഗം വന്ന് മരിക്കുന്ന സമയത്ത് ചിരിച്ചുകൊണ്ട് മരിച്ചു കിടക്കുന്ന ഫോട്ടോ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പരിമിതികളെ മറികടക്കാനുള്ള കഴിവ് മനുഷ്യനുണ്ട്. അത് ദൈവത്തിൻ്റെ സഹായത്താൽ നമുക്ക് പറ്റും. അതിനെയാണ് സെൽഫ് ട്രാൻസെൻഡൻസ് എന്ന് പറയുന്നത്. സ്വയം അതീതമാക്കൽ, അതായത് അപ്പുറത്തേക്ക് പോവുക, എൻ്റെ ബലഹീനതകളുടെ അപ്പുറത്തേക്ക് പോവുക. ഇതാണ് ഇന്ന് നമ്മൾ ട്രാൻസ് ഹ്യൂമനിസത്തിനും പോസ്റ്റ് ഹ്യൂമനിസത്തിനും പകരമായി ഈ ഡോക്യുമെൻ്റ് പറഞ്ഞിരിക്കുന്നത്. അതായത് സെൽഫ് ട്രാൻസെൻഡൻസ്. അത് ദൈവത്തിൻ്റെ കൃപയിൽ നിന്നുകൊണ്ട് നമ്മുടെ പരിമിതികളെ മറികടക്കുകയാണ്. അവിടെയാണ് നമ്മൾ സഹനത്തിൻ്റെ അർത്ഥം കണ്ടെത്തുന്നത്. അവിടെയാണ് നമ്മൾ മരണത്തിൻ്റെ അർത്ഥം കണ്ടെത്തുന്നത്. അവിടെയാണ് നമ്മുടെ ബലഹീനതകളുടെ അർത്ഥം കണ്ടെത്തുന്നത്. ദൈവത്തിൽ നിന്നുള്ള ഒരു ദാനമായി ഉത്ഭവിക്കുന്ന അപ്പുറം, ബിയോണ്ട് എന്നതിലേക്കുള്ള ഒരു തുറന്ന മനസ്സിനെ വിശ്വാസം തിരിച്ചറിയുന്നു. ഈ പരിവർത്തനം പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തിയാണ്. വിശുദ്ധ തോമസ് അക്വീനാസ് പഠിപ്പിച്ചതുപോലെ ഈ ഉയർച്ചയുടെയും പരിവർത്തനത്തിൻ്റെയും പ്രക്രിയ സൃഷ്ടിക്കപ്പെട്ട പ്രകൃതിയുടെ എല്ലാ കഴിവുകളെയും മറികടക്കുന്നു. ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ മനുഷ്യൻ്റെ നേച്ചർ, പ്രകൃതിയെപ്പോലും മാറ്റിയെടുക്കാൻ സാധിക്കും. അതാണ് തോമസ് അക്വീനാസ് പഠിപ്പിക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ദിവ്യകാരുണ്യത്തിൽ സംഭവിക്കുന്നത്. അപ്പവും വീഞ്ഞും അതിൻ്റെ നേച്ചർ, പ്രകൃതിയിൽ നിന്ന് മാറി പുതിയൊരു പ്രകൃതി സ്വീകരിക്കുകയാണ്. അതിൻ്റെ അപ്പവും വീഞ്ഞും എന്നുള്ള സബ്സ്റ്റൻസ് മാറി യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തമാകുന്ന സബ്സ്റ്റൻസ് ആയിട്ട് വരുന്നു. അപ്പോൾ നേച്ചർ മാറുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ മനുഷ്യൻ്റെ നേച്ചർ, അവൻ്റെ ബലഹീനതകൾ, അവൻ്റെ പരിമിതികളെല്ലാം മാറും. അതാണ് സെൽഫ് ട്രാൻസെൻഡൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ദൈവകൃപയിലൂടെ നമ്മെ തന്നെ മറികടക്കാനുള്ള സാധ്യത നാം സ്വീകരിക്കുമ്പോൾ നാം നമ്മുടെ സ്വഭാവത്തെ നിഷേധിക്കുകയോ മനുഷ്യത്വം കുറഞ്ഞവരായി മാറുന്നില്ല. നേരെ മറിച്ച് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതുപോലെ നമ്മൾ പൂർണ്ണ മനുഷ്യരാകുന്നു. അപ്പോൾ മനുഷ്യൻ പൂർണ്ണത പ്രാപിക്കുന്നത് ബലഹീനതകളുടെ അപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പോകുമ്പോഴാണ്. സെൽഫ് ട്രാൻസെൻഡൻസിലൂടെയാണ് നമ്മൾ പൂർണ്ണ മനുഷ്യരാകുന്നത്. നാലാമത്തെ അധ്യായം. പരിവർത്തനത്തിൻ്റെ ഒരു സമയത്ത് മാനവികതയെ സംരക്ഷിക്കൽ എന്നാണ് അധ്യായത്തിൻ്റെ പേര്. പ്രത്യേകിച്ച് സത്യം, ജോലി, സ്വാതന്ത്ര്യം, ഈ മൂന്ന് കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോമിങ്, നമ്മുടെ കാലം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ നിർമ്മിത ബുദ്ധിയുടെ സ്വാധീനത്തിൽപ്പെട്ട്, നമുക്കെങ്ങനെ ഇതിനെ സംരക്ഷിക്കാം? ഒന്നാമത് ഡീൽ ചെയ്യുന്നത്, അവിടെ കൈകാര്യം ചെയ്യുന്നത് സത്യം എന്നുള്ള കാര്യത്തെയാണ്. സത്യം ഒരു പൊതു സ്വത്താണ്. നമ്മൾ നേരത്തെ കോൺട്രവേഴ്സ്യലായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു. സത്യമെന്ന് പറയുന്ന ആരുടെയും കുത്തകയല്ല, സഭയുടെയും കുത്തകയല്ല. ഇതാണ് ലയോ ബാബ പറഞ്ഞത്. ഇതെല്ലാവർക്കും വേണ്ടിയുള്ള പൊതു നന്മയാണ്. ഇവിടെ നിർമ്മിത ബുദ്ധി പലപ്പോഴും സത്യത്തെ വളച്ചൊടിക്കുന്നു, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, ഫേക്ക് ന്യൂസ് ഉണ്ടാക്കുന്നു. ചിത്രങ്ങൾ, വീഡിയോകൾ എല്ലാം. ഇലക്ഷൻ്റെ സമയത്ത് ഇലക്ഷൻ കമ്മീഷണർ പ്രത്യേക ഉത്തരവിട്ടിരുന്നു. AI നിർമ്മിച്ചുകൊണ്ടുള്ള വീഡിയോ, ചിത്രങ്ങളൊക്കെ നിർമ്മിക്കുകയാണ്, അത് പ്രചരിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ അല്ലെങ്കിൽ അതിലെന്താണ് റെഫറൻസ് കൊടുത്തിരിക്കണം, AI നിർമ്മിതം എന്ന് കൊടുക്കണം. കാരണം ഇത് തെറ്റിദ്ധരിപ്പിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ട്. ഒറിജിനലിനേക്കാളും വെല്ലുന്ന രീതിയിലാണ് ഇന്ന് AI നിർമ്മിതമായിട്ടുള്ള വാർത്തകളും ചിത്രങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഇവിടെ വ്യാജ വിവരങ്ങളുടെ വ്യാപനം നടക്കാൻ സാധ്യതയുണ്ട്. നിർമ്മിത ബുദ്ധിയുടെ സാങ്കേതിക വിദ്യകളുടെ വളർച്ച വ്യാജ വാർത്തകളും തെറ്റായ വിവരങ്ങളും വളരെ വേഗത്തിൽ പ്രചരിപ്പിക്കാൻ കാരണമാകുന്നു. ഇത് സമൂഹത്തിലെ പരസ്പര വിശ്വാസത്തെ തകർക്കുന്നു. ആർക്കും ആരെയും വിശ്വാസമില്ലാത്ത, അല്ലെങ്കിൽ ആർക്കും പൊതുസമൂഹത്തിൽ സംരക്ഷണമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഇത് നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കും. ഇത് ജനാധിപത്യത്തിന് വളരെ ഭീഷണിയാണ്. കാരണം രാഷ്ട്രീയത്തെക്കുറിച്ചോ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ രാഷ്ട്രത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് രാഷ്ട്രത്തിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കും, ജനാധിപത്യ ഭരണ സംവിധാനങ്ങളെ ബാധിക്കും. പലപ്പോഴും യഥാർത്ഥ വസ്തുതകളും വ്യക്തിപരമായ അഭിപ്രായങ്ങളും നമ്മൾ അതിവരമ്പുകൾ
ഇല്ലാതാകുന്നു. സത്യം കണ്ടെത്തുക എന്നത് ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. ആശയവിനിമയം എന്ന് പറയുന്നത് വിവരങ്ങളുടെ കൈമാറ്റം മാത്രമല്ല, മറിച്ച് ഒരു സംസ്കാരത്തിൻ്റെ സൃഷ്ടി കൂടിയാണ്. ഇന്ന് നമ്മൾ കൈമാറ്റം ചെയ്യുന്ന ആശയങ്ങളാണ് ഇന്നത്തെ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നത്. ഇന്ന് വർഗീയവാദം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സംസ്കാരം ഉണ്ടായി എന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ഈ വർഗീയ വിദ്വേഷം പ്രചരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എന്താണോ ഇന്ന് കൈമാറ്റം ചെയ്യുന്നത് അത് നമ്മുടെ സംസ്കാരത്തെ രൂപപ്പെടുത്തുകയാണ്. ഡിജിറ്റൽ പരിസ്ഥിതികൾ പ്രചരിക്കുന്ന ഉള്ളടക്കം ലോകത്തെ ആളുകൾ എങ്ങനെ കാണുന്നതിനെ രൂപപ്പെടുത്തും. അപ്പോൾ നമ്മളെങ്ങനെ നമ്മുടെ അയൽക്കാരനെ കാണുന്നുവെന്ന് ഇന്ന് നമ്മളോട് പറയുന്നത് നമ്മുടെ കയ്യിലോട്ട് വരുന്ന വാർത്തകളാണ്. നമ്മുടെ ഈ വർഗീയ ശക്തികൾക്ക് ഇന്ന് വളരെയധികം ശക്തമാകുന്നത് ഈ തെറ്റായിട്ടുള്ള ആശയങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിലൂടെയാണ്. അപ്പോൾ നമ്മളെങ്ങനെ ലോകത്തെ നോക്കിക്കാണണം എന്ന് തീരുമാനിക്കുന്നത് ഇന്ന് നമ്മുടെ കൈകളിലേക്ക് വരുന്ന ആശയവിനിമയങ്ങളാണ്. ഇത് നമ്മുടെ ദൈനംദിന തിരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കുന്നു. എന്ത് ചിന്തിക്കണം, എന്ത് ചൂസ് ചെയ്യണം, ആരോട് കൂട്ടുകൂടണം, ആരെ ഒഴിവാക്കണം, എന്ത് വാങ്ങണം, എന്ത് വാങ്ങരുത്, എല്ലാ കാര്യങ്ങളെയും തീരുമാനിക്കുന്ന രീതിയിൽ ഇതിന്ന് മാറുന്നുണ്ട്. നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് അതുകൊണ്ട് അപ്പോൾ സത്യം നമ്മൾ സംരക്ഷിക്കണം. കള്ളം ഒരുപക്ഷെ സത്യമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ജനങ്ങളെ പഠിപ്പിക്കണം. ഇത് സഭ എന്ന് പറയുകയാണ്. എല്ലാവരെയും പഠിപ്പിക്കണം. എങ്ങനെ നമുക്കിത് ഉപയോഗിക്കാം, ഇനി എപ്പോൾ എന്തിന് ഉപയോഗിക്കരുത് എന്നുകൂടി പഠിപ്പിക്കണം. ഏത് കാര്യത്തിന് ഉപയോഗിക്കരുത്, ഏത് സമയത്ത് ഉപയോഗിക്കരുത് എന്നും ജനങ്ങൾക്ക് ഒരു വിവേചനം ബുദ്ധി കൊടുക്കണം. ഇനി സ്കൂളുകൾക്ക് ഇതിൽ പ്രത്യേക ഉത്തരവാദിത്വമുണ്ട്. ഇനി സ്കൂളുകളെക്കുറിച്ച് വിശദമായിട്ട് പാപ്പ അവരുടെ ഉത്തരവാദിത്തങ്ങൾ പറയും. സ്കൂളുകളിൽ പ്രത്യേകിച്ച് കുട്ടികളെ ചെറുപ്പം മുതൽ തന്നെ AI ഉപയോഗിക്കുന്നത്, എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കരുത് എന്നതിനെക്കുറിച്ച് അവരെ പഠിപ്പിക്കണം. അവിടെ 3 കാര്യങ്ങൾ സ്കൂളുകൾ ശ്രദ്ധിക്കണമെന്ന് പറയുകയാണ്. ഒന്ന്, സാമൂഹിക രാഷ്ട്രീയ വെല്ലുവിളികളാണ്. ഇവിടെ അടിസ്ഥാന വിദ്യാഭ്യാസവും പ്രൈമറി എഡ്യൂക്കേഷനും അതുപോലെ ഹയർ എഡ്യൂക്കേഷനും ലോകമെമ്പാടും വലിയ രീതിയിലുള്ള അസമത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എല്ലാവർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ ആവശ്യമായ സാമ്പത്തിക സഹായം നൽകാൻ പല രാജ്യങ്ങളിലെയും സർക്കാരുകൾക്ക് സാധിക്കുന്നില്ല. ചില രാജ്യങ്ങൾ വിദ്യാഭ്യാസത്തിൻ്റെ കുത്തകകളായിട്ട് മാറുകയാണ് അല്ലേ, വലിയ യൂണിവേഴ്സിറ്റികൾ. അപ്പം ആ ഒരു വിഷയത്തിൽ പഠിക്കണമെങ്കിൽ അങ്ങ് പോയേ പറ്റുള്ളൂ ഒരവസ്ഥ. ചില രാജ്യങ്ങളിൽ ഏറ്റവും സാധാരണമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കാനുള്ള സാഹചര്യം മാത്രമേ ഉള്ളൂ. ഇത് വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ അസമത്വം സൃഷ്ടിക്കുന്ന കാര്യമാണ്. വിദ്യാഭ്യാസം പൂർണ്ണമായും സ്വകാര്യ സ്ഥാപനങ്ങൾ ആശ്രയിച്ചു പോകുമ്പോൾ അത് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലഭിക്കാതെ വരുന്നു. പണമുള്ളവർക്ക് മാത്രം വിദ്യ അഭ്യസിക്കാവുന്ന രീതിയിലോട്ട് അത് മാറും. പക്ഷേ കത്തോലിക്ക സ്ഥാപനങ്ങളിൽ പാപ്പ പറയുകയാണ്, കത്തോലിക്ക സ്ഥാപനങ്ങളിൽ പക്ഷേ എപ്പോഴും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്കും തുല്യമായ വിദ്യാഭ്യാസം നൽകി സഭ വലിയ സംഭാവന നൽകുന്നു എന്നൊക്കെ പറയുന്നു. രണ്ടാമത്തേത് ബോധനശാസ്ത്രപരമായ വെല്ലുവിളിയാണ്. സ്കൂളുകളിലുള്ള ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് സ്കൂളുകൾ നേരിടുന്ന രണ്ടാമത്തെ വെല്ലുവിളി ബോധനശാസ്ത്രം, അതായത് പഠിപ്പിക്കുന്ന രീതി, പെഡഗോജി, അതുമായി ബന്ധപ്പെട്ടതാണ്. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിനനുസരിച്ച് മാറാൻ പല വിദ്യാഭ്യാസ രീതികൾക്കും കഴിയുന്നില്ല. വിവരസാങ്കേതിക വിദ്യയുടെയും നിർമ്മിത ബുദ്ധിയുടെയും വരവോടെ പഴയ പാഠ്യപദ്ധതികൾ കാലഹരണപ്പെട്ട് കഴിഞ്ഞു. അപ്പം പൈസ ഇറക്കാൻ സ്വകാര്യ വ്യക്തികളില്ലാത്ത രാജ്യങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറ്റവും ലോ ലെവലിലായിരിക്കും. അതേ സമയത്ത് പൈസയുള്ള സ്ഥലങ്ങളിൽ അത് നൂതനമായിട്ടുള്ള ടെക്നോളജി വെച്ച് വളരെ വേഗം മുന്നോട്ട് പോകും. വിദ്യാർത്ഥികളുടെ സമഗ്രമായ പുരോഗതിക്കായി സ്കൂളുകളുടെ ഘടന, പഠന സ്ഥലങ്ങൾ, പരീക്ഷാ രീതികൾ, അധ്യാപകരുടെ പങ്ക് എന്നിവയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. പുതിയ വിദ്യാഭ്യാസ നയം ഒരുപക്ഷെ സഭയ്ക്ക് പോലും ഇന്ന് വേണം, സഭയ്ക്കും രാഷ്ട്രത്തിനും വേണം. പുതിയ സാങ്കേതിക വിദ്യകളെ ഭയപ്പെടാതെ അവയെ ഉത്തരവാദിത്വത്തോടും വിമർശനാത്മകമായും, ഇത് ഫ്രാൻസിസ് പാപ്പയോട് ഊന്നി പറഞ്ഞിട്ടുണ്ട്, അതായത് ക്രിട്ടിക്കൽ ഇവാലുവേഷൻ വളരെ അത്യാവശ്യമാണ്. ഒരു എഡ്യൂക്കേഷൻ, ക്രിട്ടിക്കൽ എഡ്യൂക്കേഷൻ
വിമർശനാത്മകമായ വിദ്യാഭ്യാസം സ്കൂളുകളിൽ കുട്ടികളെ പരിശീലിപ്പിക്കണം എന്ന് ലിയോ പാപ്പ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമതായി ബൗദ്ധികവും അറിവുപരവുമായ വെല്ലുവിളികൾ, ഇൻ്റലക്ച്വൽ ചലഞ്ചസ്. സത്യത്തോടുള്ള താല്പര്യം ഇല്ലാതാകുന്നു. ഇന്ന് ആർക്കും സത്യം അന്വേഷിക്കാനൊന്നും ഒരു മനസ്സില്ല. പണ്ട് എല്ലാവരും സത്യാന്വേഷികളായിരുന്നു. പക്ഷേ ഇന്ന് സത്യം എന്താണെന്ന് അറിയണ്ട, നമ്മുടെ മുന്നിലേക്ക് വരുന്നതിനെല്ലാം നമ്മൾ ഷെയർ ചെയ്യും, അതെല്ലാം നമ്മൾ വിശ്വസിക്കും, അങ്ങനെയൊക്കെയാണ്. വിവരങ്ങളുടെ അതിപ്രസരം ഗവേഷണ ചിന്തകളെയും വിവേചന ബുദ്ധിയെയും ഇല്ലാതാക്കുന്നു. അറിവുകൾ ചിതറിക്കിടക്കുന്നതിനാൽ ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം കണ്ടെത്താനോ വിമർശനാത്മകമായി ചിന്തിക്കാനോ കുട്ടികൾക്ക് സാധിക്കുന്നില്ല. അപ്പോൾ സ്വയം ഞാൻ ആരാണെന്ന് പോലും അന്വേഷിക്കാൻ മനസ്സില്ലാത്ത ഒരു തലമുറ രൂപപ്പെടും. സോക്രട്ടീസ് പറഞ്ഞ നീ നിന്നെ തന്നെ അറിയുക എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് വളരെ ദ്രുതഗതിയിൽ നമ്മുടെ മുന്നിലുള്ള ആശയവിനിമയങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് ഡിജിറ്റൽ ചൈൽഡിനെ എങ്ങനെ രൂപപ്പെടുത്തണം, നമ്മളെ കുട്ടികളെ എങ്ങനെ വളർത്തണമെന്ന് പറയുമ്പോൾ അന്ന് ക്ലാസ് എടുക്കാൻ വന്ന അദ്ദേഹം പറഞ്ഞത് ഇതായിരുന്നു. അതായത് ഇന്ന് കുട്ടികൾ നേരിടുന്ന, അല്ലെങ്കിൽ ഇന്നത്തെ തലമുറ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒരു അല്പസമയം സ്റ്റില്ലായിട്ട് നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ സ്ക്രോൾ ചെയ്ത് വളരെ ഫാസ്റ്റായി നമ്മുടെ ബുദ്ധി ആ വേഗത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു അല്പസമയം ഒരു നിശബ്ദമായിട്ടിരിക്കാനോ, ഒരല്പസമയം ഒരു ചെറിയൊരു പ്രസംഗം കേൾക്കാനോ, ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനോ കുട്ടികൾക്കിന്ന് കഴിയില്ല. കാരണം അവൻ്റെ ബുദ്ധി അതിവേഗം സഞ്ചരിക്കുകയാണ്. അവൻ്റെ കൺമുൻപിലൂടെ എല്ലാം ഇങ്ങനെ മാറി മറിഞ്ഞ് അവൻ്റെ ബുദ്ധി അങ്ങനെയായി. അപ്പോൾ ഇത് നമ്മുടെ കുട്ടികൾക്കിന്ന് താൻ ആരാണെന്ന് പോലും ചിന്തിക്കാനുള്ള ഒരു സാധ്യത നഷ്ടപ്പെടുന്നു. ആഴത്തിലുള്ള പഠനം, വായന, ചിന്ത, ശാന്തത എന്നിവയിലൂടെ മാത്രമേ യഥാർത്ഥ അറിവും ആന്തരിക സ്വാതന്ത്ര്യവും കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മേഖല നേടാൻ പോകുന്ന ഒരു പ്രശ്നം റിഫ്ലക്ഷൻ ഇല്ലാത്ത വിദ്യാഭ്യാസമായിരിക്കും. അതായത് ഒന്നിനെക്കുറിച്ച് ചിന്തിക്കില്ല, എന്താണോ ഇങ്ങോട്ട് തന്നത് അതിനെ പരീക്ഷയ്ക്ക് അതുപോലെ എഴുതി വയ്ക്കും, അവൻ പിന്നെ അവൻ്റെ കാര്യങ്ങളിലോട്ട് നോക്കും. കിട്ടിയ വിവരങ്ങളെ റിഫ്ലക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ശരി തെറ്റുകളെ വിമർശനാത്മകമായി സമീപിക്കാനോ കഴിയാത്തൊരു തലമുറയായിരിക്കും ഈ പുതിയ കാലഘട്ടത്തുണ്ടാകാൻ പോകുന്നത്. ഇനി ഈ യുഗത്തിൽ എങ്ങനെ നമ്മുടെ തൊഴിലിൻ്റെ മഹത്വം ഉയർത്തി കാണിക്കണം? തൊഴിൽ എന്നത് വെറുമൊരു സമ്പാദ്യം നേടാനുള്ളൊരു മാർഗം മാത്രമല്ല, മറിച്ച് അത് മനുഷ്യൻ്റെ അന്തസ്സിൻ്റെയും വികാസത്തിൻ്റെയും ഭാഗമാണ്. ലെബോറം എക്സർസൈസ് എന്ന ഡോക്യുമെൻ്റിൽ പണ്ട് ജോൺ പോൾ രണ്ടാമൻ പറഞ്ഞു, തൊഴിലെന്ന് പറയുന്നത് അത് ചെയ്യുന്ന വ്യക്തിയുടെ ഐഡൻറ്റിറ്റിയാണ്. തൊഴിൽ ചെയ്യുന്നത് വഴിയാണ് അവൻ അറിയപ്പെടുന്നത്. ഇപ്പോൾ ജോസഫും യേശുവൊക്കെ അറിയപ്പെട്ടതുപോലെ തച്ചൻ അല്ലെങ്കിൽ തച്ചൻ്റെ മകൻ, തൊഴിലെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്, അത് അവൻ്റെ അന്തസ്സിൻ്റെ ഭാഗമാണ്. അവൻ ആ തൊഴിൽ ചെയ്തുകൊണ്ടാണ് സ്വയം വികസിക്കുന്നത്. യന്ത്രങ്ങൾക്ക് ഇന്ന് മനുഷ്യൻ കീഴടങ്ങിയാൽ എന്ത് പറ്റും? പല തൊഴിലിടങ്ങളിലും ഇന്ന് മനുഷ്യർ യന്ത്രങ്ങളുടെ വേഗതയ്ക്കും ആവശ്യങ്ങൾക്കനുസരിച്ചും മാറേണ്ടി വരുന്നു. യന്ത്രങ്ങൾ മനുഷ്യനെ സഹായിക്കാൻ വേണ്ടിയുള്ളതായിരിക്കണം, അല്ലാതെ മനുഷ്യൻ യന്ത്രത്തിൻ്റെ അടിമയാകരുത്. ഇനി തൊഴിൽ നഷ്ടവും അസമത്വവും. തൊഴിൽ നഷ്ടം വൻതോതിൽ ഉണ്ടാകുകയാണ്, നമുക്കറിയാം. നിർമ്മിത ബുദ്ധി എല്ലാ പ്രധാനപ്പെട്ട കമ്പനികളിലും സ്വകാര്യ മേഖലയിലൊക്കെ കൈകടത്തുന്നു. അപ്പോൾ സ്വാഭാവികമായും നിരവധി പേരുടെ തൊഴിൽ നഷ്ടമാകുന്നു. ഇവിടെ നോക്കുന്നത് എന്താണ്? ഔട്ട്കമ്മാണ് നോക്കുന്നത്. മനുഷ്യനല്ല പ്രധാനം, അവൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറവാണെങ്കിൽ അതിനേക്കാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംവിധാനം, ഒരു AI നിർമ്മിത ഉപകരണം വെച്ച് എനിക്ക് ചെയ്യാം. അപ്പോൾ വൻതോതിൽ തൊഴിൽ നഷ്ടമുണ്ടാകുന്നു. ഇനി അതുപോലെ തന്നെ സാമ്പത്തിക അസമത്വം ഉണ്ടാകുന്നു. ആർക്കാണോ ഈ നിർമ്മിത ബുദ്ധി കൈകാര്യം ചെയ്യാൻ കഴിയുന്നത്, ആരാണോ അതിനെ സ്വന്തമാക്കിയിരിക്കുന്നത്, അവർക്ക് സമ്പത്ത് ധാരാളം ഉണ്ടാക്കാം. ഇത് ഇല്ലാത്തവൻ ദരിദ്രനായി മാറും. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള അസമത്വം ഉണ്ടാകും. നേരത്തെ ഞാൻ പറഞ്ഞ ഒരു രീതി, ഇവിടെ തൊഴിലാളികളുടെ മഹത്വം നഷ്ടപ്പെടും. ഒരു പ്രധാനപ്പെട്ട കാരണം അവനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് അവൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ചാണ്, അല്ലാതെ അവൻ്റെ ആത്മാർത്ഥതയല്ല. നമ്മുടെ ചിലപ്പോൾ സ്ഥാപനങ്ങളിലോ തൊഴിലാളികളോ ഒക്കെ വളരെ ആത്മാർത്ഥമായിട്ട് തൊഴിൽ ചെയ്യും. അപ്പം ഈ AI വരുമ്പോഴത്തേക്ക്, അതിൻ്റെ ഒരു മേഖലയിൽ വരുമ്പോൾ ഈ ആത്മാർത്ഥത AI സംബന്ധിച്ചൊന്നുമല്ല. എന്തവൻ പ്രൊഡ്യൂസ് ചെയ്തു എന്നതിനെക്കുറിച്ച് മാത്രമേ അവിടെ ഒരു ഇവാലുവേഷൻ വരികയുള്ളൂ. അവൻ രാത്രി വരെ ഉറക്കമൊളിച്ചിരുന്ന് വർക്ക് ചെയ്തതൊന്നും അവിടെ ഒരു കാര്യമേ ആവുകയുള്ളൂ. ഇനി അതുപോലെ തന്നെ 24 മണിക്കൂറും എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം വരും.
അതായത് ഞാൻ എന്തുമാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നു, എന്തുമാത്രം ഞാൻ കൃത്യതയോടെ ജോലി ചെയ്യുന്നു, എന്തുമാത്രം ഞാൻ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നു എന്ന് എന്നെ എപ്പോഴും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിലോട്ട് വരും. ഇത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കൈകടത്തലാണ്. ഇനി കുടുംബങ്ങളും യുവാക്കളും എങ്ങനെ ഇത് ബാധിക്കും? ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ പറഞ്ഞത് ബന്ധങ്ങളും സൗഹൃദങ്ങളും നഷ്ടമാകുന്നു എന്നുള്ളതാണ്. വീട്ടിനുള്ളിൽ പോലും സംസാരമില്ല, എല്ലാവരും മൊബൈലിലാണ്, നിർമ്മിത ബുദ്ധിയിലാണ്. പുറത്തോട്ടും ബന്ധങ്ങളില്ല. ഇപ്പം നമ്മൾ പണ്ട് അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കാൻ വേണ്ടി കൂട്ടുകാരോട് സഹായം ചോദിക്കുമായിരുന്നു, അധ്യാപകരോട് ചോദിക്കുമായിരുന്നു. ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. ഇന്ന് ഞാൻ അവൻ്റെ പോയി അതെന്താണ് ഒരാളുടെ മുമ്പിൽ പോയി എളിമപ്പെടേണ്ട ആവശ്യമില്ല, ഞാൻ താഴ്ന്നു കൊടുക്കേണ്ട ആവശ്യമില്ല. എനിക്കെല്ലാം മൊബൈലിൽ അല്ലെങ്കിൽ ഒരു ആപ്പിൽ എനിക്കെല്ലാം കിട്ടും. അപ്പോൾ എനിക്ക് നഷ്ടമാകുന്നത് എന്താണ്? മനുഷ്യരുമായുള്ള ബന്ധമാണ്. യുവാക്കളുടെ ഇടയിൽ തൊഴിൽ ദൗർലഭ്യം രൂക്ഷമാകുന്നു. അമിതമായ ഡിജിറ്റൽ ഉപയോഗം, സോഷ്യൽ മീഡിയയിലുള്ള ആസക്തി എന്നിവ കുടുംബ ബന്ധങ്ങളെയും യുവാക്കളുടെ മാനസികാരോഗ്യത്തെയും ബാധിക്കുന്നു. ഇനി അതുകൊണ്ട് സാങ്കേതിക വിദ്യ ഉത്തരവാദിത്തോടെ ഉപയോഗിക്കാൻ കുട്ടികളെയും യുവാക്കളെയും പ്രാപ്തരാക്കുന്ന തരത്തിലുള്ള വിമർശനാത്മക വിദ്യാഭ്യാസം സ്കൂളുകളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു. പുതിയ അജപാലന മേഖല, സഭയുടെ ഒരു അജപാലന മേഖലയായിട്ട് ഇത് മാറും. അതായത് വിമർശനാത്മകമായ വിദ്യാഭ്യാസം കുടുംബങ്ങൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുക എന്നുള്ളത്. ഇനി ഇതിനകത്ത് മൂന്നാമത്തെ കാര്യം, ഒന്ന് ഈ ചാപ്റ്ററിൽ പറഞ്ഞ ഒന്ന് സത്യമായിരുന്നു, രണ്ട് തൊഴിലിനെ കുറിച്ചാണ്, മൂന്നാമത്തേത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. ഈ പുതിയ കാലത്ത് പുതിയ അടിമത്തങ്ങൾ രൂപപ്പെടുകയാണ്. ഒന്നാമത് ഡാറ്റയിലൂടെയുള്ള നിയന്ത്രണം. അതായത് നമ്മൾ വെറും ഡാറ്റയായി മാറി. അതുകൊണ്ട് ഈ ഡാറ്റ വേറെ ആരോ എവിടെയോ ഇരുന്ന് നിയന്ത്രിക്കുകയാണ്. നമ്മൾ അവരുടെ കൈകളിലേക്ക് എന്താണ് പാവകളായിട്ട് മാറുന്നു. വെറും ഒരു ചൂഷണം ചെയ്യപ്പെടുന്ന വസ്തുവായിട്ട് മാറുന്നു. നമ്മൾ അവരുടെ അടിമയായിട്ട് മാറുകയാണ്. നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നു, നമ്മുടെ തീരുമാനമെടുക്കൽ പ്രക്രിയയെ സ്വാധീനിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നു. നമ്മളിന്ന് നിർമ്മിത ബുദ്ധിയുടെ അടിമയാവുകയാണ്. അതുകൊണ്ട് കൂട്ടായ ഉത്തരവാദിത്വമാണ് നമുക്കിന്ന് ആവശ്യം, ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. ഈ സാങ്കേതിക വിപ്ലവ കാലത്ത് മനുഷ്യത്വം നഷ്ടപ്പെടാതിരിക്കാൻ കൃത്യമായ നിയമങ്ങളും ട്രാൻസ്പെറൻസിയും സുതാര്യതയും എല്ലാ മേഖലയിലുമുള്ള ആളുകളുടെ കൂട്ടായ ഉത്തരവാദിത്വവും ആവശ്യമാണ്. തുടക്കത്തിൽ ലിയോ പാപ്പ പറഞ്ഞു, ശാസ്ത്രജ്ഞരും ഗവേഷകരും അതുപോലെ അധ്യാപകരും തുടങ്ങി സകലരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ പുതിയ സമൂഹം നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ. അവസാനത്തെ അധ്യായം, അധികാര സംസ്കാരവും സ്നേഹത്തിൻ്റെ സംസ്കാരവും. പവർ കൾച്ചർ ആൻഡ് കൾച്ചർ ഓഫ് ലവ്. ഈ സ്നേഹ സംസ്കാരം എന്നതിനെക്കുറിച്ചാണ് ആദ്യം സംസാരിക്കുന്നത്. ഈ ആശയം പോൾ ആറാമൻ പാപ്പയുടേതാണ്, സ്നേഹ സംസ്കാരം, സിവിലൈസേഷൻ ഓഫ് ലവ് എന്നുള്ളത്. ഇതൊരു ഉട്ടോപ്യൻ ആശയമല്ല, മറിച്ച് പൊതു നന്മ നിർമ്മിക്കുന്നതിന് സാധ്യമായതും എന്നാൽ ശ്രമകരവുമായൊരു പദ്ധതിയാണ്. പൊതു നന്മയെ നിർമ്മിച്ചെടുക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. അതേസമയം ഇത് ഇത്തിരി ക്ലേശകരമായിട്ടുള്ളൊരു വഴിയുമാണ്. നിർമ്മിത ബുദ്ധി ഈ സാർവത്രിക കുടുംബത്തെ സേവിക്കാനാണ് പരിശ്രമിക്കേണ്ടത്. അതായത് ഹ്യൂമാനിറ്റിയെ സെർവ് ചെയ്യാൻ, അല്ലാതെ ഹ്യൂമാനിറ്റിയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനല്ല. അപ്പോൾ അധികാരത്തിൻ്റെ സംസ്കാരം ഇതാണ്, ലഭ്യമായ സാധ്യതകൾ ഉപയോഗിച്ച് ആധിപത്യം പുലർത്താനും തീരുമാനങ്ങൾ എടുക്കാനുമുള്ള ചിന്ത എന്ന് വരികയാണ്. ഇനി ഈ അധികാരത്തിൻ്റെ സംസ്കാരം, അതായത് ചില വ്യക്തികൾ ചേർന്ന് മാത്രം ലോകത്തെ മുഴുവൻ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുക, അധികാരം ഞങ്ങൾ തീരുമാനിക്കും, ഇപ്പം അല്ലെങ്കിൽ ഒരു സാമ്രാജ്യത്തെ ശക്തിയായിട്ട് മാറും, എല്ലാം നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് യുദ്ധത്തെ നോർമലൈസ് ചെയ്തിരിക്കുകയാണ്, സാമാന്യവൽക്കരിക്കുകയാണ്. ആ രാജ്യം എനിക്കെതിരെ സംസാരിച്ചു, ഓക്കെ ഞാൻ പോയി യുദ്ധം ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള വ്യാപാര കരാർ ലംഘിച്ചു, യുദ്ധം ചെയ്യാം. അല്ലെങ്കിൽ നമ്മളുമായിട്ട് വ്യാപാര കരാർ തെറ്റിച്ചിട്ട് വേറൊരു രാജ്യവുമായിട്ട് പോയി വ്യാപാര കരാർ ചെയ്യും, എങ്കിൽ നമുക്ക് അവരുമായിട്ട് യുദ്ധം ചെയ്യാം. അപ്പോൾ എന്തിനും ഏതിനും യുദ്ധം ചെയ്യുക എന്നുള്ളത് ഇന്നൊരു നോർമലായിട്ടുള്ള സാധാരണമായിട്ടുള്ള ഒരു കാര്യമായി മാറുന്നു. ഇത് അധികാരത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. കോൺഫ്ലിക്റ്റുകൾ, എന്തിനും ഏതിനും
പ്രശ്നമാണ്. വിഭജനങ്ങളുണ്ടാക്കുന്നത് അധികാര സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. ഇനി അതുപോലെ ശക്തമായ മിലിറ്ററി സംവിധാനങ്ങൾ രൂപപ്പെടുന്നു. അതായത് ഈ ലോകത്തിൽ ഏറ്റവും ശക്തിമാൻ ഞാനായിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ രാജ്യമായിരിക്കണം. കോടിക്കണക്കിന് രൂപ ചിലവാക്കി ആയുധങ്ങളെല്ലാം വാങ്ങിച്ചു കൂട്ടുന്നു. ഇനി അതുപോലെ ഇതിൽ പറയുന്നത് എന്താണ്? ലിമിറ്റില്ലാത്ത മിലിറ്ററി ഫോഴ്സ്. ഏത് രാജ്യത്തിലേക്കും കടന്നു കയറി, നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടതാണ്. മറ്റൊരു രാജ്യത്തിൽ നുഴഞ്ഞു കയറി ആരെയും അറിയാതെ ഒരാളെ കൊന്ന് മിണ്ടാതെ ഇങ്ങ് തിരിച്ചു വരികയാണ്. ലിമിറ്റില്ലാത്ത, പരിമിതിയില്ലാത്ത മിലിറ്ററി ഫോഴ്സ് ഈ അധികാര സംസ്കാരത്തിൻ്റെ ഭാഗമായി വളർന്നിരിക്കുന്നു. നീതിപൂർവകമായ യുദ്ധം എന്നത് ഇന്ന് കാലഹരണപ്പെട്ട ഒരു ആശയമാണ്. ജസ്റ്റ് വാർ എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. മനുഷ്യമഹത്വവും ജീവൻ്റെ പവിത്രതയും കാത്തു സൂക്ഷിക്കാൻ നിർമ്മിത ബുദ്ധി ഉൾപ്പെടുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്ന ആയുധങ്ങൾ നിർമ്മിക്കുന്നത് ഒഴിവാക്കണം. വാക്കുകൾ നിരായുധീകരിക്കുമ്പോൾ ലോകത്തെ നിരായുധീകരിക്കാം. വാക്കാണ് എപ്പോഴും പ്രശ്നം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനാണല്ലോ പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പോൾ രാജ്യങ്ങൾ തമ്മിൽ മിണ്ടാതിരുന്ന് കഴിഞ്ഞിരുന്നാൽ യുദ്ധങ്ങൾ ഒഴിവാക്കാൻ കഴിയും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനാണ് വലുത്, നീയാണ് ചെറുത് എന്നുള്ള ആ ഒരു സംഭാഷണം വരുമ്പോഴാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കമൻറ്റുകൾ പറയുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ വാക്കുകൾ നിരായുധീകരിക്കുമ്പോൾ ലോകത്തെ നിരായുധീകരിക്കാം. ഇത് നമ്മുടെ ചെറിയൊരു സമൂഹത്തിലായിരുന്നാലും കുടുംബത്തിലായാലും ഇത് വളരെ ശരിയാണ്, അല്ലേ? മൂർച്ചയുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക, ആരെയും മുറിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക. അപ്പോൾ ഈ ലോകത്തെ നിരായുധീകരിക്കാം. അതുകൊണ്ട് സമാധാനത്തിലേക്ക്, ആ ആശയത്തിലേക്ക് ഫ്രാൻസിസ് പാപ്പ ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തിലേക്ക് പോകും. സമാധാനം നാം ഓരോരുത്തരിൽ നിന്നാണ് ആരംഭിക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. വാക്കുകൾ നിരായുധീകരിക്കണം. എല്ലാവരുമായിട്ടും കോൺഫ്ലിക്റ്റ്, യുദ്ധം, പ്രശ്നം എന്നുള്ളതല്ല. എന്താണ് മൂർച്ച കുറഞ്ഞ വാക്കുകൾ, മുറിപ്പെടുത്താത്ത വാക്കുകൾ ഉപയോഗിക്കുക. സമാധാനം നമ്മിൽ നിന്ന്, എന്നിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. സമാധാനത്തിൻ്റെ അടിസ്ഥാനം നീതിയാണ്. നമ്മൾ നേരത്തെ കണ്ട 5 പ്രിൻസിപ്പിളിൽ 5-ാമത്തേത് പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതി. സാമൂഹിക നീതി സംജാതമാകുമ്പോഴാണ് സമാധാനം ഉടലെടുക്കുന്നത്. സങ്കീർത്തനം 85:10 ഇതിനെ നമ്മൾ വായിക്കും. നീതിയും സമാധാനവും ചുംബിക്കും. വിശുദ്ധ അഗസ്റ്റിൻ ഇതിനെക്കുറിച്ച് നൽകുന്ന വ്യാഖ്യാനം ഈ ചാക്രി ലേഖനത്തിൽ പാപ്പ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ 5 ചാപ്റ്റർ കഴിഞ്ഞു. എന്നിട്ട് അതിൻ്റെ ഉപസംഹാരത്തിലോട്ട് വരുന്നു. ഉപസംഹാരം മുഴുവനും തിയോളജി, ദൈവശാസ്ത്രവും ബൈബിളും പാസ്റ്ററലായിട്ടുള്ള ആശയങ്ങൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു ഭാഗമാണ്. ഇവിടെ തുടക്കത്തിൽ തന്നെ പറയുകയാണ്, ഓരോരുത്തനും എങ്ങനെയാണ് പണിതുയർത്തുന്നതെന്ന് ശ്രദ്ധിക്കട്ടെ. പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകളാണ്. എങ്ങനെ പണിതുയർത്തുന്നു? ബാബേൽ ഗോപുരമാണോ? ജെറുസലേം നഗരമാണോ? പൊതു നന്മ കേന്ദ്രമായുള്ളൊരു ലോകത്തെ നിർമ്മിക്കുക. അതായത് ലോകത്തിൻ്റെ സെൻറ്ററായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത് കോമൺ ഗുഡായിരിക്കണം. കോമൺ ഗുഡ് നിർമ്മിക്കാൻ 4 കാര്യങ്ങൾ ലിയോ പാപ്പ തുടക്കത്തിൽ പറയുന്നുണ്ട്. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് തലമുറകളോളം ദൈവത്തിൻ്റെ കരുണ പ്രകടമാകും എന്ന സ്തോത്രഗീതത്തിലെ വാക്യം ചരിത്രത്തിലൂടെ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. യഥാർത്ഥ മനുഷ്യത്വം പൂർണ്ണമാകുന്നത് തുറവിയിലൂടെയും കൂട്ടായ്മയിലൂടെയുമാണ്. വീണ്ടും ആ മനുഷ്യത്വത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. ഫ്രാൻസിസ് ലിയോ പാപ്പ ആശയങ്ങളെല്ലാം ചുരുക്കുന്നത് വീണ്ടും മനുഷ്യൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ മനുഷ്യൻ അവൻ്റെ മനുഷ്യ മഹത്വം പൂർണ്ണമാക്കുന്നത് ഓപ്പൺനെസ്സിലൂടെയാണ്. മറ്റുള്ളവരിലേക്കുള്ള തുറവിയും കൂട്ടായ്മയിൽ ജീവിക്കാനുള്ള മനസ്സിലൂടെയുമാണ്. ഇനി അടുത്ത നമ്മൾ നേരത്തെ കണ്ട ട്രാൻസ് ഹ്യൂമനിസം, പരിമിതികളെയൊക്കെ അതിജീവിക്കുക, പുതിയ മനുഷ്യജീവിയെ സൃഷ്ടിക്കുക. അതിന് പരിഹാരമായിട്ട് ലിയോ പാപ്പ വീണ്ടും യേശുവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. യേശുനാഥൻ നമ്മുടെ ബലഹീനതകൾ സ്വയം സ്വീകരിക്കുകയും അതിനെ രക്ഷയ്ക്കുള്ള മാറ്റുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ബലഹീനതകളെ മറികടക്കാൻ എന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ രക്ഷയ്ക്കുള്ള മാർഗങ്ങളെയാണ് നമ്മളവിടെ നഷ്ടപ്പെടുത്തി കളയുന്നത്. ബലഹീനതകളെ യേശു രക്ഷാകരമാക്കി മാറ്റി. അതുകൊണ്ട് ബലഹീനതകൾ അതിജീവിക്കുക എന്നുള്ളതല്ല, ബലഹീനതകളെ ആശ്ലേഷിക്കുക എന്നുള്ളതാണ് പ്രധാനം. ദൈവത്തിൻ്റെ പുത്രൻ്റെ മുഖത്ത് മനുഷ്യത്വത്തിൻ്റെ മഹത്വം പ്രകാശിക്കുന്നു. ഇനി കൂട്ടായ്മയെക്കുറിച്ച് ലിയോ പാപ്പ പറയും. അവിടെ ക്രിസ്തുവിൽ നാം ഒരു ശരീരം. അവിടെ അത് പൗലോസ് അപ്പോസ്തലൻ്റെ
സഭ എന്ന് പറയും, നമ്മളെല്ലാം അവയവങ്ങളാണ്, നമ്മളൊരു ശരീരമാണ് എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ചും അതിന് അഗസ്റ്റിൻ നൽകുന്ന വ്യാഖ്യാനത്തെക്കുറിച്ചുമെല്ലാം ഈ ഒരു ഭാഗത്ത് ലയോ പാപ്പ പറയുന്നുണ്ട്. ക്രിസ്തുവിൽ നമ്മൾ ഒരു ശരീരമായി മാറുന്നു. നമ്മളെ ഒരു ശരീരമാക്കി മാറ്റുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം ദിവ്യകാരുണ്യമാണ്. സാധാരണ സാമൂഹിക ചാക്രി ലേഖനങ്ങളിൽ ഇങ്ങനെയുള്ള തിയോളജിക്കലായിട്ടുള്ള പോയിൻറ്റ്സ് നമ്മളധികം പൊതുവെ കാണാറില്ല. പക്ഷേ ഇവിടെ ലയോ പാപ്പ അതിലോട്ടാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ദിവ്യകാരുണ്യത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുകയാണ്. ദിവ്യകാരുണ്യം നമ്മെ ക്രിസ്തുവിൻ്റെ ഒരു ശരീരമാക്കി മാറ്റുന്നു. അവനിൽ നാം ഒന്നാകുന്നു. പാപ്പായുടെ ശുശ്രൂഷയുടെ ആപ്തവാക്യം ഇൻ ഇല്ലോ ഊനും ഊനും, ക്രിസ്തുവിൽ നാം ഒന്നായി ഒരു ശരീരമായി മാറുന്നു. ഇതിൻ്റെ ഏറ്റവും അവസാനത്തിൽ മറിയത്തിൻ്റെ സ്തോത്രഗീതം ചേർത്തിട്ടുണ്ട്. സാധാരണ ഏത് ചാക്രി ലേഖനത്തിലായിരുന്നാലും അത് അവസാനിക്കുമ്പോൾ മറിയത്തെ പരാമർശിക്കും. 1-2 പാരഗ്രാഫ് മറിയത്തെ പറഞ്ഞുകൊണ്ടായിരിക്കും സാധാരണ അവസാനിക്കുന്നത്. പക്ഷേ ഇവിടെ കുറച്ചധികമായി വിശദമായിട്ട് തന്നെ മറിയത്തിൻ്റെ സ്തോത്രഗീതത്തെക്കുറിച്ചാണ് പാപ്പ സംസാരിക്കുന്നത്. സ്തോത്രഗീതത്തെ പാപ്പ വിളിക്കുന്നത് പ്രത്യാശയുടെ ഗീതം എന്നാണ്. ശക്തന്മാരുടെ അല്ല, സഹിക്കുന്നവരുടെ കണ്ണുകളിലൂടെ ലോകത്തെ നാം കാണണം. ബലവാന്മാരുടെ അല്ല, എളിയവരുടെ കണ്ണുകളിലൂടെ ചരിത്രത്തെ നോക്കണം. ചരിത്രത്തിലെ സംഭവങ്ങളെ വിധവയുടെയും അനാഥൻ്റെയും അപരിചിതൻ്റെയും മുറിവേറ്റ കുഞ്ഞിൻ്റെയും പരദേശിയുടെയും കണ്ണിലൂടെ കാണുക. എന്തുകൊണ്ടാണ് മറിയത്തിൻ്റെ ഈ സ്തോത്രഗീതം പ്രത്യാശയുടെ ഗീതമാകുന്നത്? മറിയം സ്തോത്രഗീതം ആലപിക്കുന്നത് മംഗളവാർത്ത സ്വീകരിച്ചു കഴിഞ്ഞ ഉടനെ എലിസബത്തിനെ കണ്ടു കഴിയുന്ന ആ അവസരത്തിലാണ്. യഥാർത്ഥത്തിൽ മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? ശക്തന്മാരെ താഴെ ഇറക്കി, എളിയവരെ ഉയർത്തി, വിശക്കുന്നവരെ വിശിഷ്ട വിഭവം കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. യഥാർത്ഥത്തിൽ മറിയം ഈ സ്തോത്രഗീതം ആലപിക്കുന്ന സമയത്ത് ഇതൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് സ്ഥിതികളൊന്നും മാറിയിട്ടില്ല. മംഗളവാർത്ത സ്വീകരിച്ചപ്പോൾ എന്താണോ സാമൂഹിക പരിസ്ഥിതി, റോമൻ ഭരണകൂടത്തിൻ്റെ കീഴിൽ തന്നെ എല്ലാവിധമായിട്ടുള്ള അസമത്വങ്ങളും അനീതികളും കഷ്ടപ്പാടുകളും എല്ലാം ഉണ്ട്. ഈ സാഹചര്യത്തിലും മറിയം പറയുകയാണ് എന്താണ്? കീഴ്മേൽ മറിഞ്ഞ ഒരു അനുഭവത്തെക്കുറിച്ച്, വിപ്ലവാത്മകമായ ഒരു മാറ്റത്തെക്കുറിച്ച് മറിയം പാടുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ പ്രത്യാശയുടെ ഗീതം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ കണ്ണുകളിലൂടെ നാം ലോകത്തെ കാണണം. മുകളിൽ നിന്നുകൊണ്ടല്ല, താഴെയുള്ള മനുഷ്യരുടെ കണ്ണുകളിലൂടെ, ആർക്കും വേണ്ടാത്ത മനുഷ്യരുടെ കണ്ണുകളിലൂടെ. മറിയം അവരുടെ കണ്ണിൽ നിന്നുകൊണ്ടാണ് കാണുന്നത്. എളിയവരെ ഉയർത്തി, അല്ലെങ്കിൽ വിശക്കുന്നവരെ വിശിഷ്ട വിഭവം കൊണ്ട് സംതൃപ്തരാക്കി എന്നുള്ളത്. ഇനി അവസാനം പറയും പരിശുദ്ധ കന്യക മറിയം മോചനത്തിൻ്റെ കവിയത്രിയും പ്രവാചികയുമാണ് എന്ന് മറിയത്തെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ ചാക്രിക ലേഖനം പാപ്പ അവസാനിപ്പിക്കുന്നത്.